ആമസോൺ ആണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ ബിഗ് അഡ്വാൻറ്റേജ് ആസ് വെൽ ആസ് ഡിസഡ്വാൻറ്റേജ്. നമ്മൾ ഇതിന് കൂടെ ഓഫർ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ 60 days മണി ബാക്ക് ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മളൊന്ന് വാങ്ങിച്ച് ഇഷ്ടപ്പെട്ടില്ല അവർക്ക് നമുക്ക് പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്യാം. 60 days നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്. അപ്പോൾ നമുക്ക് ആ പോർട്ടലിൽ പോയി നോക്കിയാൽ ഇന്ത്യ എങ്ങോട്ടൊക്കെ എക്സ്പോർട്ട് ചെയ്തു, ഇന്ത്യ മാത്രം വേൾഡിലെല്ലാം എക്സ്പോർട്ട് ഇമ്പോർട്ട് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ അവർ HS കോഡ് നോക്കിക്കഴിഞ്ഞാൽ UK ജർമ്മനി കുറച്ചും ഡിഫിക്കൽട്ടാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കിയത് നമുക്കൊരു 2x അല്ലെങ്കിൽ 3x പ്രൊഡക്റ്റ് നന്നായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അന്നാണ് നമ്മൾ അറിയുന്നത് ഈ എക്സ്പോർട്സിനൊക്കെ ഗവൺമെൻറ് കൊടുക്കുന്ന ബെനിഫിറ്റ്സ്. കോഴ്സ് നോക്കാം, ഇവിടെ പഠിക്കാമെന്ന് വെച്ചു. ഇവിടെ പഠിക്കുന്നത് എന്താ വെച്ചാൽ വിചാരിച്ചു MBA തന്നെ എടുക്കാമെന്ന് വെച്ചു. അതിൽ പിന്നെ നോക്കുമ്പോൾ ഓൺടർപ്രണർഷിപ്പിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന 2 യൂണിവേഴ്സിറ്റി ഉണ്ടായത്. വെൽക്കം ടു അനദർ എപ്പിസോഡ്. ഇന്ന് വീണ്ടും നമ്മളെ കൂടെ ഒരു D2C ബ്രാൻഡിൻ്റെ ഫൗണ്ടറാണ്. ഈ ഫൗണ്ടർ 1 കോടിൻ്റെ മുകളിൽ മന്ത്ലി സെയിൽസ് ചെയ്യുന്നുണ്ട്. എവിടെ ഇരുന്നിട്ടാ അറിയോ? കോഴിക്കോട് ഇരുന്നിട്ട്. ഇറ്റ്സ് എ Tier 3 സിറ്റി. എന്താ വിൽക്കണ അറിയോ? ഷവറിൻ്റെ മുകളിൽ വെക്കണ ഷവർ ഫിൽറ്റേഴ്സ്. സ്വന്തം ബ്രാൻഡ് ആമസോണിൽ. ഈസിൻറ്റ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്? ഇനി ബാക്കി നമുക്ക് അവനോട് തന്നെ ചോദിച്ചറിയാം. അക്ഷയ്, വെൽക്കം ടു ദ ഷോ. ഹായ്. നിങ്ങൾക്കൊരു ഷോപ്പിഫൈ സ്റ്റോർ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ പെയ്ഡ് മാർക്കറ്റിംഗ് നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നുണ്ടാവും, SEO ചെയ്യുന്നുണ്ടാവും, വാട്സാപ്പ് മാർക്കറ്റിംഗ് ചെയ്യണ്ടേ? വാട്സാപ്പ് മാർക്കറ്റിങ്ങിൽ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യണ്ടേ? ഓട്ടോമേറ്റ് ചെയ്യേണ്ട വാട്സാപ്പിൽ? ഇതിനുള്ള ടൂളാണ് സോക്കോ. സോക്കോ ആണ് ഇന്നത്തെ സ്പോൺസർ. ഇകോം മാഫിയ എന്നുള്ള കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ട്. ഡീറ്റെയിൽസ് താഴെ ഉണ്ട്. അക്ഷയ്, ലെറ്റ്സ് ടേക്ക് ഇറ്റ് ഫ്രം യുവർ സ്കൂൾ ഡേയ്സ്. ഓൺടർപ്രണർ ആവാൻ അന്നേ താല്പര്യം ഉണ്ടായിരുന്നോ? അന്ന് താല്പര്യം പറയാൻ 2 ഇൻസിഡൻസ് പറയുണ്ടായത്. അപ്പം ഞാൻ 6ാം ക്ലാസ് പഠിക്കാൻ നമുക്കൊരു ക്ലാസ് ഉണ്ട്. എന്താ, നമ്മൾ സ്പോഞ്ച് വെച്ചിട്ട് ആർട്ടിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് സ്പോഞ്ച് വെച്ച് ഡോൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കും. അപ്പം അത് കുഴപ്പമില്ല തന്നെ ഉണ്ടാക്കി. അത് 5 രൂപേൻ്റെ ഒരു സ്പോഞ്ച് ഉണ്ട്, നമ്മൾ ഈ ഡസ്റ്ററൊക്കെ തുടയ്ക്കുന്ന, അത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഞാൻ ആദ്യം വീട്ടിൽ ഇങ്ങനെ വിൽക്കാൻ നോക്കി. അപ്പം അച്ഛൻ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് അച്ഛനാണല്ലോ ഇൻസ്പിറേഷൻ. അതെ. എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ കുറച്ചൊന്നും ഉണ്ടാക്കി. എനിക്ക് വിൽക്കാനൊരു ഇഷ്ടമാണ്, ബിസിനസ് ഒന്നും വിചാരിച്ചിട്ടല്ല. പക്ഷെ അതൊരു എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അപ്പം ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. എൻ്റെ അച്ഛൻ്റെ ചെറിയച്ഛൻ വാങ്ങിച്ചു തന്നു. പിന്നെ ഗ്ലിറ്ററും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, കുടുംബക്കാർക്കൊക്കെ വിൽക്കാൻ തുടങ്ങി. ഡോള് പാവ 15 രൂപയൊക്കെ വിൽക്കാൻ തുടങ്ങിയത്. അപ്പോൾ 8 രൂപ ലാഭം. അപ്പോൾ ഫുൾ കണക്കൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും വിറ്റു. പക്ഷെ വിറ്റിട്ട് എന്താ ലെവലെത്തിയാൽ നമ്മൾ അറിയുന്ന വീട്ടുകാർക്കൊക്കെ വിറ്റു. അവരുടെ വീട്ടിൽ 1 2 ഉണ്ടായി തുടങ്ങി. പിന്നെ അവർക്ക് വിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. കറക്റ്റ്. അത് കഴിഞ്ഞിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അമ്മ ആരുടെയായിരുന്നു പുറത്ത്. അപ്പോൾ അമ്മനോട് പോയി ചോദിച്ചു, അമ്മ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ചെറുപ്പം ഫൈസു, ഞാനും ഫൈസും പോയിട്ട് ഇത് റോട്ടിൽ ഇരുന്ന് വിരിച്ച് വിൽക്കട്ടെ ചോദിച്ചു. ഓക്കെ, 6ാം ക്ലാസ്സിൽ. അപ്പം പക്ഷെ ഇന്ന് ഇത് അമ്മ ഇപ്പോഴാണ് പറയുന്നത്. അപ്പോൾ അമ്മ അറിയുന്നത് വെച്ചാൽ അന്ന് അമ്മ ഉറങ്ങിയിട്ടില്ല. അമ്മ എൻ്റെ മോന് പൈസേൻ്റെ ചിന്തയായിപ്പോയല്ലോ അതിൻ്റെ അന്നാന്ന്. പക്ഷെ അമ്മ പിന്നെ ഉറങ്ങിയിട്ടില്ല. പക്ഷെ അത് തന്നെ അങ്ങനെ ഒരു മുമ്പോട്ട് പോയില്ല. അതങ്ങനെ കഴിഞ്ഞിട്ട് അങ്ങനെ നിർത്തി. അതായിരുന്നു ഒന്നുള്ളത്. പിന്നെ ഒരു 8-9 ഗെയിം CD നമ്മൾ വീട്ടിൽ നിന്ന് വാങ്ങിക്കുന്നത് ഇതാക്കി കൊടുക്കും. പക്ഷെ അതും വീട്ടിലല്ലേ ഒരു ഇതുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ നിർത്തി. ചീത്തൊന്നും പറഞ്ഞില്ല, പക്ഷെ അങ്ങനെ നിർത്തി. ഫിഫ സ്പൈഡർമാൻ ഒക്കെ ആണോ വിറ്റ്? ഫിഫ അല്ല, സ്പൈഡർമാൻ, അന്നത്തെ സ്പൈഡർമാൻ. പിന്നെ എനിക്ക് തോന്നുന്നു GT ഒക്കെ ഉണ്ടായിരുന്നു, 3. അതൊക്കെ ആയിരുന്നു. ഞാനതൊക്കെ വിറ്റുണ്ട്. അപ്പൊ അന്ന് കാശ് ഉണ്ടാക്കാൻ ഒരു മോട്ടിവേഷൻ, എന്തായിരുന്നു ആ മോട്ടിവേഷൻ? കാശ് ഉണ്ടാക്കിയതൊക്കെ അങ്ങനെ വീട്ടിൽ കൊടുക്കാൻ എനിക്ക് ഓർമ്മ. അപ്പം CD വാങ്ങിച്ചത് അങ്ങനെ അച്ഛനും കൊടുത്ത്. പക്ഷെ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിക്ക് ആർട്സിലൊന്നും അങ്ങനെ വലിയ കഴിവില്ല. പക്ഷെ ഇത് പക്ഷേ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയി, നാച്ചുറലി ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്. അപ്പം അങ്ങനെ എത്തിയതാണ്. എനിക്ക് വാങ്ങിക്കുക, വിൽക്കുക, പൈസ അങ്ങനെ വീട്ടിൽ കൊടുക്കുക ചെയ്തത്. ഓക്കെ. അപ്പോൾ ആർട്സാറിൽ നിന്നാണ് ഇത് തുടങ്ങണേ? അതെ. പിന്നെ ഏത് സ്കൂളിലാണ് പഠിച്ചത്? അമൃത, അവിടെ കോഴിക്കോടുള്ള അമൃത എന്നാണ്. അമൃത വിദ്യാലയം, വെള്ളിമാടൊന്നുമില്ല? അതെ. അത് ശരി. ഓക്കെ, നൈസ്. അപ്പോൾ അമൃതക്ക് ഒരു കുതിരപ്പോൻ ഇരിക്കട്ടെ. ആർട്സാറിൻ്റെ പേര്? ആർട്സ് മിസ്സായിരുന്നു, ഓർമ്മയില്ല, പേരൊന്നും ഓർമ്മയില്ല, ആൾക്കാർ മറന്നു കഴിഞ്ഞു. ഓക്കെ. പിന്നെ ഓക്കെ, സോ സ്കൂൾ ഡേയ്സ്. അതിനുശേഷം ഡോളിന് വിറ്റു, CD വിറ്റു, പിന്നെ എന്തൊക്കെ വിറ്റു? പിന്നെ അങ്ങനെ ഒരു വിൽക്കുന്ന കഴിഞ്ഞു. പിന്നെ ഞാൻ അമൃതയിൽ തന്നെയാണ് എഞ്ചിനീയറിംഗ് കഴിയുന്നത്, കൊല്ലത്തുള്ള അമൃതയിൽ. അപ്പോൾ അവിടെ നമ്മളൊരു ഗെയിമിംഗ് സോൺ നടത്തി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു വിദ്യുത്തിന് ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 5 സ്റ്റോൾ നമ്മൾ എടുത്തു. നമ്മൾ വിചാരിച്ചു ആരും കോമ്പറ്റീഷൻ വേണ്ട വിചാരിച്ചാൽ 5 സ്റ്റോൾ നമ്മൾ എടുത്തു. നമ്മൾ പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്രണ്ടും ആകർഷ ഞങ്ങളുടെ ഫ്രണ്ട് 5 ഞങ്ങൾ എടുത്തു. അതൊരു കാശ് 3,000 3,500 കൊടുക്കണം. നമ്മൾ എടുത്തിട്ട് നമ്മൾ തന്നെ ഗെയിമിംഗ് ഓരോ സ്ഥലത്തൊരു ഗെയിമിംഗ് വെച്ചു.
അപ്പൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു VITയിലുള്ള. അപ്പോൾ അവനൊരു ഗെയിം ഒരു കൈൻഡ് ഓഫ് ഗെയിം പറഞ്ഞു. അതെങ്ങനെയാണ് റോസ് മെസ്സഞ്ചേഴ്സ് ആയിരുന്നു. അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരാൾക്കൊരു മെസ്സേജ് പാസ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു റോസ് ഉണ്ട്, പിങ്ക് റോസ്, യെല്ലോ റോസ്, റെഡ് റോസ്. ഓരോ റോസും ഓരോ ഇതുണ്ട്. റെഡ് പറയുമ്പം ലവ്, യെല്ലോ ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് അവർക്ക് പേര് പറഞ്ഞിട്ട് പേര് പറയാണ്ടേയും കൊടുക്കാം. അപ്പോൾ നമ്മൾ അത് ലോഞ്ച് ചെയ്തു. റോസ് മെസ്സഞ്ചേഴ്സ് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ പേര് അറിയാണ്ട് നിങ്ങൾക്ക് മെസ്സേജസ് പാസ് ചെയ്യാൻ പറ്റും, ഞങ്ങൾ കൊണ്ട് കൊടുക്കും. അനോണിമസ്. അപ്പോൾ ഞങ്ങൾ മെക്കാനിക്കലാണല്ലേ, അപ്പോൾ ഫുൾ ആൺകുട്ടികൾ. ആദ്യം പക്ഷെ അങ്ങനെ കിക്കായില്ല. അപ്പോൾ ഞങ്ങൾ തന്നെ കുറച്ച് പോയി എഴുതി കൊടുത്തു ആൾക്കാർക്ക്. വർക്ക് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് പെൺകുട്ടികൾക്കൊക്കെ നമ്മൾ കൊണ്ട് കൊടുത്തു. ആൺകുട്ടി കൊടുക്കുമ്പോഴാണ് എല്ലാവരും നെറ്റും. അവർക്ക് നെറ്റും തന്നെ. അപ്പൊ നമ്മളറിയാം പറയില്ല. അത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊരു ക്യൂ, ഫുൾ ആൺകുട്ടികളുടെ ക്യൂ ആയി കൊടുക്കാം. അവര് ചില പിന്നെ അതേ സമയത്ത് ഇത് കൊടുക്കാനൊരു ക്യൂ വന്നു. അപ്പൊ നമ്മൾ കൊടുക്കണ്ട. അപ്പൊ നമ്മളെ മെക്കാനിക്കലാണ് പഠിച്ചത്. കൊടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരും റെഡി. അപ്പം പക്ഷെ അപ്പം നമ്മളൊന്ന് പെൺകുട്ടികളെ കുറച്ച് അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് അവർക്കും കൊടുക്കണമെന്നുണ്ട്, മനസ്സിലായി. അപ്പം ഞങ്ങളെ മെക്കിൽ 2 പെൺകുട്ടികളാണ്. അപ്പം നമ്മൾ അവരെയും പിടിച്ചിരുത്തി. അപ്പോൾ അവർ വന്ന് കൊടുക്കാനും തുടങ്ങി. അപ്പം അങ്ങനെയാണ് അതൊരു പ്രോഫിറ്റബിൾ ആയിരുന്നു നല്ല രീതിയിൽ. ഇതിന് നിങ്ങൾ ചാർജ് ചെയ്തു? അതെ, ഇത് നമ്മൾ സ്റ്റോളിന് കൊടുത്ത പൈസ ഒക്കെ നമുക്ക് മുതലെടുക്കണം. അത് നഷ്ടമാണെങ്കിൽ ലാഭമാണ്, നമ്മൾ ആ കാശ് കൊടുക്കണം. അപ്പം ഇതിലാണ് നമുക്ക് തോന്നുന്നു റോസിന് 8 രൂപയോ നമ്മൾ ചാർജ് ചെയ്തത് 25-30 എന്തോ ആണ്, കുറവായിരുന്നു. അതായത് ഇത് കൊണ്ടുപോയിട്ട് അനോണിമസ് ആയിട്ട് ഈ മെസ്സേജ് അവരിൽ എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ചാർജ് ചെയ്തു? അതെ. ഇപ്പം നിങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കൊണ്ടു കൊടുക്കും. ആ ലെറ്റർ ഉണ്ട്, നമ്മൾ ലെറ്റർ എഴുതും. അതിൽ വേണമെങ്കിൽ പേര് വെക്കാം, പേര് വെക്കാണ്ടിരിക്കാം, ഞങ്ങൾ പാസ് ചെയ്യും, അത്രയേ ഉള്ളൂ. അടിപൊളി. ഏതാ പിന്നെ കാശ് ഉണ്ടാക്കാനല്ലേ വഴി? അതെ, അത് കുഴപ്പമില്ലാണ്ട് ഇതായി. പിന്നെ അപ്പം അതിന്റെ കൂടെ വേറെ കുറെ ഗെയിംസ് ഉണ്ട്. ചെറിയ നമ്മള് ബോൾ അറിയാം, ഗ്ലാസ് ഇങ്ങനെ വെക്കും, അതറിയാം. ഒരു ഗെയിമിംഗ് സോണിന്റെ കൂടെ നിങ്ങളൊരു അഡീഷണൽ സാധനം, ഗെയിം അല്ലാത്ത ഇത് ഗെയിമിഫിക്കേഷൻ സാധനം. അതെ, ഇതായിരുന്നു പക്ഷെ ഒരു എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് തോന്നിയത്. അതേ സമയത്ത് ഇത് ഇഷ്ടപ്പെടാത്ത ടീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടായിരുന്നു, സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു. കറക്റ്റ്, വെരി നൈസ്. മെക്കാനിക്കലിലേക്ക് എങ്ങനെ എത്തി? മെക്കാനിക്കൽ സത്യം പറയാലോ, നമ്മൾ എഞ്ചിനീയറിംഗ് പറയുമ്പോൾ മെക്കിലാകുമ്പോൾ എനിക്ക് മാത്സും ഫിസിക്സും കുറച്ച് ഇഷ്ടമാണ്. അങ്ങനെ മെക്ക് എടുത്താണ്. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പം എഞ്ചിനീയറിങ്ങിനെക്കാട്ടും എനിക്കിഷ്ടം മാത്സ് ആയിരുന്നു. BSc മാത്സോ അതെല്ലാം ബിസിനസ്സിൽ തന്നെ എന്തെങ്കിലും എടുക്കുകയായിരുന്നു ഞാൻ ചെയ്യുക. പക്ഷെ ഓവറോൾ ഹാപ്പിയാണ്. കാരണം ആ ഫ്രണ്ട്സിനെ കിട്ടി, ആ ലൈഫ് നന്നായിരുന്നു. പക്ഷേ 4 കൊല്ലം യൂസ്ഫുൾ ആയിട്ടൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അല്ല, അത് എല്ലാ എഞ്ചിനീയറിംഗിന് പോയ ചെക്കന്മാരും തന്നെ ഒരു ഫ്ലോയിൽ അങ്ങനെ എടുത്തതാണ്. അങ്ങനെ ഒരു ഹരത്തിൽ ഇങ്ങനെ നമ്മൾ ജീവിച്ചു പോയി. കൊച്ചിയിലല്ലായിരുന്നോ? അല്ല, കൊല്ലത്തായിരുന്നു. കൊച്ചിയിലും മെഡിക്കൽ കോളേജ്. റൈറ്റ്. ഓക്കെ. അപ്പം എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അവിടുന്ന് കുറച്ചൊക്കെ നിങ്ങളെ ഫെസ്റ്റുകളിലൊക്കെ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. അതെ. പിന്നെ അവിടുന്ന് എന്തായിരുന്നു, ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉണ്ടായിരുന്നോ? ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇരുന്നില്ല. ഞാൻ ഹയർ എഡ്യൂക്കേഷൻ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഏട്ടൻ UK പഠിച്ചത്. അപ്പോൾ വീട്ടുകാർക്ക് എന്നെ പുറത്ത് വിടാനായിരുന്നു പ്ലാൻ. അപ്പം പക്ഷെ ഞാൻ ഈ സാധാരണ എല്ലാവർക്കും എന്താ ഉണ്ടാകുന്ന വെച്ചാൽ എഞ്ചിനീയറിംഗ് വരെ നമ്മൾ ഫ്ലോയിൽ പോകും, പിന്നെ ജീവിതം ആലോചിക്കാൻ തുടങ്ങും. കറക്റ്റ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത് പോയി കഴിഞ്ഞാൽ നല്ലൊരു ഫണ്ടാവും, പിന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിച്ചു. എനിക്ക് ഇന്ത്യയിൽ നിൽക്കാൻ ആഗ്രഹമുണ്ട്, ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഞാൻ വിചാരിച്ചു UK പോയി ഇത്ര കാശ് കൊടുക്കും, പെട്ടെന്നൊന്നും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും പറ്റില്ല. പിന്നെ വിചാരിച്ചു ഇവിടെ കോഴ്സ് നോക്കാം, ഇവിടെ പഠിക്കാമെന്ന് വെച്ചു. ഇവിടെ പഠിക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ചു MBA തന്നെ എടുക്കാമെന്ന് വെച്ചു. അതിൽ പിന്നെ നോക്കുമ്പോൾ ഓൺട്രപ്രണർഷിപ്പിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന 2 യൂണിവേഴ്സിറ്റി ഉണ്ടായത്. ഒന്ന് പറയുന്നത് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, പിന്നെ സിംബിയോസിസിൽ ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു. നൗ ടെൽ മീ അബൌട്ട് യുവർ കോളേജ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് സാധനമാണ്. എന്തായിരുന്നു? ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ഗുജറാത്ത് അഹമ്മദാബാദിലാണ്. അതെ. ഓക്കെ, ടെൽ മീ മോർ അബൌട്ട് ദാറ്റ്. അവിടെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവർ ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സിനെ കൊണ്ടുവരും. എല്ലാം വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി സംസാരിക്കാനാണ് കൂടുതൽ കൊണ്ടുവരിക. അപ്പം നമുക്കൊരു ക്ലാസ് എന്താ വെച്ചാൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് അവർ ഓരോ ഓപ്പർച്യൂണിറ്റീസ് വെച്ച് പറയും. ഓരോ ക്ലാസ്സും ഓരോ ടോപ്പിക് എടുത്ത്, അഗ്രികൾച്ചറാണ്, അതിലുള്ള എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ്, അഗ്രികൾച്ചർ മെഷീൻസിലുള്ള ഓപ്പർച്യൂണിറ്റി, ടൂൾസിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, വേസ്റ്റിനുള്ള ഓപ്പർച്യൂണിറ്റീസ്. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ എനർജീൻ്റെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. അതിൽ എനർജി ഫീൽഡിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി, സോളാർ പാനൽ, അതിന് ക്ലീനിങ്. പിന്നെ സോളാറാണ് അന്ന് സജസ്റ്റ് ചെയ്തത്, മേജർലി നടന്നത് സോളാറിലാണ്. പിന്നെ ഒരു ക്ലാസ് ഉണ്ടായത് വെച്ച് കഴിഞ്ഞാൽ IIFT എന്ന് ടീച്ചർ വന്നിട്ടായിരുന്നു. അത് വളരെ അടിപൊളി ഫാഷൻ ടെക്നോളജി അല്ല, ഇന്ത്യൻ ഫോറിൻ ട്രേഡ്. അപ്പം അതെങ്ങനെ വെച്ചാൽ അന്നാണ് നമ്മൾ അറിയുന്നത് ഈ എക്സ്പോർട്സിനൊക്കെ ഗവൺമെൻറ് കൊടുക്കുന്ന ബെനിഫിറ്റ്സ്. പിന്നെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. അതിൽ നമുക്ക്
HS കോഡ് വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും ഏത് പ്രൊഡക്റ്റാണ്. HS കോഡ് എന്ന് പറയുമ്പോൾ HS കോഡ് പറയുന്ന ഏത് പ്രൊഡക്റ്റിനും ഒരു HS കോഡ് ഉണ്ടാവും. വാട്ടർ ബോട്ടിലിന്, റിങ്ങിന്, ഗോൾഡ് റിങ്ങിന് വേറെ HS കോഡ്, സിൽവർ റിങ്ങിന് വേറെ HS കോഡ്, സ്പെക്സിന് ഒരു HS കോഡ്, ബാർകോഡ് പോലെ. ഇത് ആ ഒരു പ്രൊഡക്റ്റിന് ആയിരിക്കും. 6 ഡിജിറ്റാണ്. 6ന്റെ അങ്ങോട്ട് പോകുമ്പോൾ കളറൊക്കെ അനുസരിച്ച് സ്പെസിഫിക് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ആ പോർട്ടലിൽ പോയി നോക്കിയാൽ ഇന്ത്യ എങ്ങോട്ടൊക്കെ എക്സ്പോർട്ട് ചെയ്തു, ഇന്ത്യ മാത്രമല്ല വേൾഡിലെല്ലാം എക്സ്പോർട്ട് ഇമ്പോർട്ട് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ അവർ HS കോഡ് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അവരുടെ ബേസിക് ലോജിക് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം, ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയ പ്രൊഡക്ട്സ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 3 കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. L1, L2, L3 പറഞ്ഞിട്ട്. L1 പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന, അപ്പോൾ അത് നമുക്കൊരു കോമ്പറ്റീഷനാണ്, L1 കോമ്പറ്റീഷൻ. പിന്നെ ആ നാട്ടിലുള്ള കോമ്പറ്റീഷൻ, നമ്മൾ US ആണെങ്കിൽ US തന്നെ വിൽക്കുന്നത് നമുക്കൊരു കോമ്പറ്റീഷനാണ്. കറക്റ്റ്. പിന്നെ L3 പറഞ്ഞാൽ വേറെ രാജ്യങ്ങളിൽ നിന്ന് അങ്ങോട്ട് വിൽക്കുന്ന കോമ്പറ്റീഷൻ. ഇതെല്ലാം കൂടി മീഡിയുള്ള സ്ഥലത്ത് നമ്മൾ കണ്ടുപിടിക്കണം. ഇതൊന്നും ഇല്ലാത്തതിനുള്ള പ്രശ്നം വെച്ചാൽ അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ആരും എക്സ്പോർട്ട് ചെയ്യുന്നതിൽ എന്തോ പ്രശ്നമുണ്ട്. ഇമ്പോർട്ട് അവരെന്തോ ചിലപ്പോൾ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ മാർക്കറ്റ് ഉണ്ടാവില്ല. പിന്നെ വേറെ രാജ്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിലും അപ്പം അത് ഇതെല്ലാം ഒരു നമ്പർ വെച്ചിട്ട് അതിലെല്ലാം ഡാറ്റ ഉണ്ടാവും. അതൊരു 0.51 വേണം എന്നൊക്കെയാണ് പറയുക. അങ്ങനെ അപ്പോൾ അത് ഭയങ്കര അടിപൊളി ക്ലാസ് ആയിരുന്നു. അപ്പം പല ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കണ്ടു. IIFT ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ്, അതിലുള്ള ഒരു പ്രൊഫസറാണ് വന്നത്. ഭയങ്കര വെൽ എഡ്യൂക്കേറ്റഡ് അടിപൊളി ക്ലാസ് ആയിരുന്നു അത്. അവരെങ്ങനെ വെച്ചാൽ ഒരു 3-4 ദിവസമായിട്ട് ഒരു എൻ്റയർ സെമസ്റ്റർ അവിടെ തീർക്കും. ഓക്കെ, പ്രൊജക്റ്റ് എല്ലാം കൂടി ആയിട്ട് ഭയങ്കര ഇതായിരിക്കും നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം അവർ റിയൽ ലൈഫ് എക്സാമ്പിൾസ് വെച്ചിട്ടാണ് പറയുക. അപ്പോൾ അതിലൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില പ്രൊഡക്റ്റൊക്കെ അങ്ങനെ ഇതായി തോന്നും, സ്നേക്കിൻ്റെ പോയിസൺ കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ പക്ഷെ ഭയങ്കര ഇതാണ്, നീഷാണ്, ഭയങ്കര സെർട്ട്. പക്ഷെ അതൊക്കെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നും. ഇത് കണ്ടത് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നും. കാരണം ഇത്ര ടൺ അടക്കം സാധനം അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് അടുത്ത സ്റ്റേജ് എന്താ വെച്ചാൽ നമുക്ക് അത് പേയ്മെൻറ്റ് കൊടുക്കണം തോന്നും. നമുക്ക് ആരൊക്കെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്, ആരൊക്കെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നവരുടെ ഡീറ്റെയിൽസ് വരെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഡാറ്റ ഒക്കെ ബേസിക്. അപ്പോൾ ഈ HS കോഡ് എവിടെ പോയിട്ട് ഇത് സെർച്ച് ചെയ്യാൻ പറ്റുക? ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ അടിച്ചു നോക്കിയാൽ വേൾഡ് ഇമ്പോർട്ട് എക്സ്പോർട്ട് ഡാറ്റ അടിച്ചു നോക്കിയാൽ വരും. ഇതൊരു യൂസർ നെയിം ഒന്നും വേണ്ട, ഡയറക്ട്ലി അവൈലബിൾ ആണ്. ITC എന്തോ ആണ് അതിൻ്റെ പേര് തോന്നുന്നു. അത് ശരി. ഓക്കെ. അപ്പം ഇൻഡസ്ട്രി എക്സ്പേർട്സ് നിങ്ങൾ ആരൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ട്? നമുക്ക് ഇപ്പം മെഡിക്കലിലൊരു വന്നത് വെച്ച് കഴിഞ്ഞാൽ സൈഡസിൻ്റെ ഒരു VP ആയിരുന്നു. അങ്ങനെ പിന്നെ നമ്മളെ കോളേജസിലൊക്കെ അന്ന് ഇവർ വന്നിട്ടുണ്ടായിരുന്നു, തൈറോകെയറിൻ്റെ ഫൗണ്ടർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഗുജറാത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കുറേ ഫൗണ്ടേഴ്സ് ഉണ്ട്, നമ്മൾ അറിയാത്തവരും ഉണ്ട്. അപ്പം 1000 crore ചെയ്യുന്ന കുറേ പ്ലാസ്റ്റിക്സിൻ്റെ പ്രൊഡക്ഷനുള്ള ആൾക്കാരുണ്ടാകും. അപ്പം നമ്മൾ ഒരു സമയത്ത് ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്ത് വെച്ചാൽ അവിടെയുള്ള എക്സ്പോർട്ട് ചെയ്യുന്നതായിരുന്നു. ബേസിക് പ്രൊഡക്ട്സ് ആണ്, പ്ലാസ്റ്റിക് സംഭവങ്ങൾ. പക്ഷെ 100 crore റവന്യൂ വർക്കുണ്ട്. മനസ്സിലായി. കണ്ടെയ്നേഴ്സ് ആൻഡ് കണ്ടെയ്നേഴ്സ് അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അവിടെ പോയപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ എന്താ ചെയ്യാൻ പ്ലാൻ, ബിസിനസ് വരെ നമുക്ക് നാണിക്കേണ്ട ഒരു ആവശ്യമില്ല. എല്ലാവരും അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് റെസ്പെക്റ്റ് വരും. അപ്പം അതൊരു വേറെ തന്നെ ഒരു ഇതായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ബിസിനസ് പറയുമ്പോൾ എല്ലാവരും ഇവന് വേറെ ഒന്നും പണി കിട്ടിയില്ല, കാശില്ല, വേറൊരു പണിയൊന്നും കിട്ടിയില്ല, അങ്ങനെ ബിസിനസ്സിൽ ഇറങ്ങി. പക്ഷെ അവിടെ എങ്ങനെയായിരുന്നില്ല, അവിടെ ഒരു വൈബേ വേറെ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കാൻ പോയാലും അവരുടെ ഒരു ആഗ്രഹം പറഞ്ഞാൽ സ്വന്തമായിട്ട് ചായക്കട വന്നതായിരിക്കും അവിടെ നിൽക്കുന്ന ആളുടെ. അപ്പോൾ അവിടുത്തെ ബേസിക്കലി പിന്നെ അഹമ്മദാബാദിലുള്ളവർക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആണോ ബിസിനസ്? എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവർക്കും സ്വന്തമായിട്ട് ഒരു കച്ചവടം ചെയ്യാൻ, ചെറുതാണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ തോന്നാറുണ്ട്. പിന്നെ അവരുടെ കസ്റ്റമർ ഫ്രണ്ട്ലി ആണ് അവരുടെ അപ്രോച്ച് മുഴുവൻ. ഇപ്പം നമ്മൾ ചായ കുടിക്കാൻ പോയി, സാധാരണ ചെറിയൊരു തട്ടുകട നമ്മൾ ചായ കുടിക്കാൻ പോയി ചായ വെക്കും. പിന്നെ നമ്മൾ ഒന്നും കഴിക്കാനൊന്നും വേണ്ട പറയുമ്പോഴത്തേക്ക് പക്ഷെ അവരെന്തെങ്കിലും ഫുഡ് ഇവിടെ വെച്ചോട്ടെ അങ്ങനെ വെക്കും. പിന്നെ നമ്മൾ 2 മണി 1 മണി അരമണിക്കൂർ ഒരു ചായ കൂടി അരപ്പം കൊണ്ട് വെക്കും. അപ്പോൾ അവരെ ഇപ്പോൾ അത് നമ്മൾ എടുത്തില്ലെന്ന് വരും, പക്ഷെ എന്നാലും അവർ ആ ഒരു എഫേർട്ട് ഇടും. അത് നാച്ചുറലി ആണ് അവർക്ക്, വെരി നൈസ്. അപ്പോൾ അവിടെ പോയത് കൊണ്ട് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും ആ ഒരു ലൊക്കേഷനും ശരിക്കും നിങ്ങളെ അവിടെ പോയപ്പോഴാണ് മനസ്സിലാക്കി നല്ല. കാരണം നമ്മളിപ്പം നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ തുണി കച്ചവടം, ഒരു ഹോട്ടൽ, ഇതേ നമ്മൾ അറിയുന്നുള്ളൂ. പക്ഷേ ഇതൊന്നും എനിക്ക് ചെയ്യേണ്ടതുമുണ്ട്, നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം പക്ഷേ അവിടെ പോകുമ്പോൾ നമുക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇത്രയും കോടികളിൽ നമുക്ക് ചെയ്യാം. അതും പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും വിചാരിക്കും ഇത്രയും റവന്യൂ ചെയ്യുന്നവർക്ക് ഭയങ്കര സ്മാർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫാമിലി ബിസിനസ് വരുന്നവരെ അറിയാലോ. പക്ഷെ അവർ സ്മാർട്ട്നെസ്സിനെക്കാട്ടും അവർ എക്സിക്യൂഷനാണ്. അവർ ചെയ്യും, അവർ സംസാരിക്കാൻ മടിയില്ല. അതാണ് ഞാൻ അവരെ എളുപ്പമില്ല, എന്ത് ചോദിച്ചോളൂ മടിയില്ല, എന്തും ചെയ്യാനൊരു മടിയില്ല.
അപ്പൊ നിങ്ങൾ പറഞ്ഞിരുന്നു അവിടെ ഹോട്ടലിൽ പോയിട്ട് പോലും നെഗോഷിയേറ്റ് ചെയ്യുന്നില്ല. അതെ അതെ, അവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹോട്ടലിൽ നെഗോഷിയേഷൻ കണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ സ്റ്റുഡൻസ് ആണ്, ഇവിടുന്ന് ഈ ആൾക്കാരെ കൊണ്ടുവരും, എന്നിട്ട് 20 രൂപ 30 രൂപ ഒക്കെ കുറപ്പിക്കും. അവർ നാച്ചുറലി ആണ്, നമുക്കൊരു നാണമൊക്കെയാണ് ചോദിക്കാൻ വേണ്ടി. നെഗോസിയേഷൻ നാച്ചുറൽ ആണ്. നാച്ചുറലാണ് അത്. ബ്രാൻഡഡ് ഷോപ്പിൽ പോയാലും അവർ ചോദിക്കും. അത് ശരി. നമ്മൾ സാധിച്ച അവരെ എവിടെ പോയാലും ചോദിക്കും. നമുക്ക് മടിയായിരിക്കും. എനിക്ക് എപ്പോഴും ശരിയായിട്ടില്ല അത്, പക്ഷെ അവർ ചെയ്യത്. വെരി നൈസ്. ഓക്കെ, പിന്നെ അവിടുന്ന് എപ്പോഴാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങണേ, ഈ ഒരു പ്യൂരിഫിറ്റ് പറഞ്ഞ ബിസിനസ്സിലേക്ക്? അത് കോളേജ് കഴിഞ്ഞിട്ടാണ്. ഇതിനിടയിൽ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ഡ്രോപ്പ് ഷിപ്പിംഗ് മോഡൽ ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ടീഷർട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ പേരിൽ ഒരു മരം നടും. അപ്പോൾ അത് വേറെ NGO ആയിട്ട് നമ്മൾ കൊലാബറേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്നിട്ട് അതിൻ്റെ കോർഡിനേറ്റ്സ് അവർക്ക് അയച്ചു കൊടുക്കും. അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും എവിടെയാണിത് മരം നട്ടതൊക്കെ അവർക്ക് അറിയാൻ പറ്റും. അതായത് നിങ്ങളെ USP ഡ്രോപ്പ് ഷിപ്പിംഗ് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾ കസ്റ്റമറെ കണ്ടുപിടിക്കും, മാനുഫാക്ചർ ഡയറക്ട്ലി കസ്റ്റമർക്ക് ഷിപ്പ് ചെയ്യും. ടീഷർട്ട്സ് ആയിരുന്നു നമ്മൾ വിചാരിച്ചു. നമ്മൾ തന്നെ കുറച്ച് ഡിസൈൻ ചെയ്ത് വെച്ചു, നേച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളത്. പക്ഷെ അതങ്ങനെ വർക്കൗട്ട് ആയില്ല. കാരണം അന്ന് നമ്മൾ മനസ്സിലാക്കി ഈ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടി നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കി ഓക്കെ, അന്ന് ഇത് നമ്മൾ എത്ര ചെയ്തിട്ടും അങ്ങനെ വരുന്നില്ല. കുറച്ച് ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് പ്രോഫിറ്റബിളി ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതങ്ങനെ വിട്ടു. അതിലെന്താ ഉണ്ടായത് വെച്ചാൽ നമ്മളൊരു കമ്പനിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഇപ്പോഴും ഉണ്ട്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. അതെ അതെ, അത് അറിയാത്തത് കൊണ്ട് അന്ന് പറ്റാണ്. പിന്നെ നമ്മൾ കുറച്ചും കൂടി ചിന്തിച്ചിട്ട് ചെയ്യുള്ളൂ. പിന്നെ അങ്ങനെ കഴിഞ്ഞിട്ട് ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് MBA കഴിഞ്ഞിട്ട് കുറച്ചു കാലം ഒരു ബ്ലോക്ക് ചെയിൻ കമ്പനിയിൽ വർക്ക് ചെയ്തു. അത് ജസ്റ്റ് ഒരു 3-4 months. ബ്ലോക്ക് ചെയിൻ കമ്പനിയിലോ? ലാറ്റിസ് പറഞ്ഞിട്ടുള്ള പ്രോട്ടോകോൾ പറഞ്ഞിട്ട് അവർ പ്രോട്ടോകോൾ ഉണ്ടാക്കിയായിരുന്നു. അല്ല, MBA അല്ലായിരുന്നു? അതെ, പക്ഷെ എനിക്കിതിൽ ഇൻട്രസ്റ്റിംഗ് തോന്നി ബ്ലോക്ക് ചെയിനിൽ. വീട്ടുകാർ അങ്ങനെ ഒരു പ്രഷർ തോന്നില്ല. ലൈക്ക് ഇപ്പോൾ ഞാൻ അന്ന് ആക്ച്വലി അവരോട് പറഞ്ഞു പേയ്മെന്റ് വേണം, ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നല്ല അടിപൊളി ടീമായിരുന്നു. ബേസിക്കലി ഗോൾഡ്മാൻ സാക്സ് എന്നുള്ള ഒരാളുണ്ടായിരുന്നു, പിന്നെ എക്സെഞ്ചറിൽ വർക്ക് ചെയ്ത കൺസൾട്ടൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കായിരുന്നു ടീമേറ്റ്സ്. അപ്പം അതിലാണ് അവിടെ നിന്നിട്ട് ഈ ഗോൾഡ്മാൻ സാക്സിൽ വർക്ക് ചെയ്ത ആള് ഇതിനെപ്പറ്റി ഭയങ്കര പഠിക്കുന്നുണ്ടായിരുന്നു, ആമസോൺ ബിസിനസിനെ പറ്റി. ഓക്കെ. അപ്പോൾ അവർ US-ലുള്ളതൊക്കെ ഇങ്ങനെ കാണിച്ചിരുന്നുണ്ടായിരുന്നു എനിക്ക്. അവർ പറയുന്നത് വെച്ചാൽ US-ലൊക്കെ പറഞ്ഞാൽ $1 million ആണ് ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് അവർ ഉണ്ടാക്കി തുടങ്ങിയത്. പിന്നെ അവർ പറഞ്ഞു ഈ ഗുജറാത്തിലുള്ളവർ അവരൊക്കെ പറഞ്ഞാൽ 10 crore 15 crore റവന്യൂ അന്ന് ചെയ്യുന്നുണ്ട്. കറക്റ്റ്. സാധാ പ്രൊഡക്ട്സ് വെച്ചിട്ട്. ഇതൊരു 2018 ആ സമയത്താണ്. അപ്പം ഞാനും പിന്നെ ഇതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഒരുമിച്ച് ഇതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങി. അതായത് നിങ്ങൾ മീൻസ് അവർ ക്ലയൻസിന് വേണ്ടി ചെയ്ത് കൊടുക്കുകയാണോ? അല്ലല്ല, അവർ ഇത് സൈഡിൽ തുടങ്ങാൻ വേണ്ടി. ഇവർ പറഞ്ഞ അന്നേ പാസീവ് ഇൻകം ഉണ്ടാക്കണം എന്നുള്ള ഗ്രൂപ്പിലായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ ചോദിച്ചു എന്തുകൊണ്ടാണ് ഗോൾഡ്മാൻ സാക്സിലെ ജോലി വിട്ടതെന്ന്. ഇവരുടെ 3 ഓപ്പർച്യൂണിറ്റീസ് കണ്ടത്. ഒന്ന് പറഞ്ഞാൽ ഈ ട്രേഡിങ് ഇൻവെസ്റ്റ്മെന്റ്സ്, പിന്നെ ഒന്ന് പറഞ്ഞാൽ ഈ ആമസോൺ, പിന്നെ ഒന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്ക് ചെയിൻ്റെ ഇത്. അപ്പം ഈ 3 അവർ കണ്ടത്. അവരെന്നിട്ട് ഇതിനെപ്പറ്റി എവിടുന്ന പഠിക്കുന്നതൊക്കെ എനിക്ക് ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്, ഞാൻ നോക്കി. അപ്പം അങ്ങനെ ഇത് മനസ്സിലാക്കി അവർ കുറച്ച് ടൂൾസ് പറഞ്ഞു തന്നു. അപ്പം നമ്മൾ പിന്നെ ബാംഗ്ലൂരിൽ വെള്ളത്തിന് പ്രശ്നം എനിക്കറിയാം. അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ്, ബാംഗ്ലൂർ വെള്ളത്തിന് പ്രശ്നം ഒരു ഹാർഡ് വാട്ടർ ആണ് അവിടെ ആക്ച്വലി. അപ്പം എല്ലാവർക്കും പറയും ആ ഒരു ബുദ്ധിമുട്ട്. പിന്നെ ആ ഒരു വൈറ്റ് ലൈം സ്കിൽ ഫോം ആവും. അത് പക്ഷേ സെക്കൻഡറി ആണ്. പ്രൈമറിയിൽ നമ്മളിങ്ങനെ പ്രൊഡക്ട്സ് നോക്കി തുടങ്ങിയപ്പോൾ അപ്പോൾ നോക്കിയപ്പോഴാണ് ഈ ഒരു കുറേ പ്രൊഡക്ട്സ് വന്നു. അതിൽ ഈ ഒരു പ്രൊഡക്റ്റാണ് നമുക്ക് തോന്നിയത് ഇതൊരു നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മൾ പക്ഷെ അന്ന് നമ്മളതിൽ ഫണ്ടും ഇല്ലല്ലോ. കറക്റ്റ്. അപ്പോൾ അന്ന് വീട്ടിൽ ചോദിക്കാനൊരു മടി. നമ്മൾ MBA കഴിഞ്ഞിട്ട് ഇനി വീട്ടിൽ പൈസ ചോദിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് അപ്പം ഓടിച്ചിട്ടടിക്കും. നിന്നെ MBA പഠിപ്പിക്കാൻ തന്നെ എത്രയും കാശ് ചെലവായി. അപ്പം ചോദിക്കാൻ പോയില്ല. അപ്പം പക്ഷേ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം 40,000. അപ്പം അന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സ് ഒന്നും പൈസ ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പം എല്ലാവരും 10,000 വെച്ച് അവർക്കത് വലിയൊരു തുകയാണ്. കറക്റ്റ്. അപ്പോൾ അവൻ 10,000 വെച്ച് വാങ്ങിച്ചു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ജസ്റ്റ് ഒരു 60 പ്രൊഡക്റ്റ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും ആ സമയത്ത്. നമുക്ക് ചൈനയിൽ നമ്മളൊരു മാനുഫാക്ചറർ കണ്ടുപിടിച്ചു, 60 യൂണിറ്റ്സ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, പാക്കേജിങ് ഇവിടെ ചെയ്തു. കാരണം അത് 60 ആരും ചെയ്തില്ല. പാക്കേജ് നമ്മൾ കോഴിക്കോട് നിന്ന് ചെയ്തു. കറക്റ്റ്. എന്നിട്ട് നമ്മൾ ഇറക്കി. പക്ഷെ ആ ഡബിൾ റാപ്പ് ചെയ്തിട്ടാണോ സാധനം ഒരു വിട്ടത്? അല്ല, അവർ സാധാ ഒരു നോർമൽ ഒരു ഇതിൽ ജസ്റ്റ് ഒരു കവറിൽ അത് നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ തിരിച്ച് പാക്ക് ചെയ്ത് നമ്മൾ പക്ഷേ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞു കൊടുത്തു. ഇതിനാകുമ്പോൾ നമ്മൾ കുറച്ച് പ്രൊഡക്റ്റിനെ പറ്റി ഞാൻ പഠിക്കാൻ തുടങ്ങി. കാരണം ഇതിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഉള്ളിലിടുന്ന മെറ്റീരിയൽസ് ആണ്, ഫിൽട്രേഷൻ മീഡിയ. അപ്പം കുറച്ചൊക്കെ നമ്മൾ മെക്കാനിക്കൽ പഠിച്ചതിൻ്റെ കുറച്ച് ഗുണം കിട്ടി. അപ്പം ഫിൽട്രേഷൻ മീഡിയ അതെന്ന് വെച്ചാൽ കറക്റ്റ്ലി ആ ടോപ്പിക് അല്ല, പക്ഷെ എന്നാൽ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും വലിയ ബുദ്ധിമുട്ട് വന്നില്ല. മനസ്സിലായി. ആ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിലും ഭയങ്കര അടിപൊളി സെറ്റപ്പാണ് പറയലുണ്ട് എല്ലാവരോടും. അപ്പം നമ്മൾ അതിനെ പറ്റി നമ്മൾ ആക്റ്റീവ് കാരണം അങ്ങനെ ആ മീഡിയാസിനെ പറ്റി ഒന്ന് പഠിച്ചു.
പിന്നെ പറഞ്ഞാൽ ഇതൊരു ആക്ച്വലി ഒരു പ്രൂവ്ഡ് ടെക്നോളജിയാണ്. US പറഞ്ഞാൽ ഇപ്പോൾ വരെ ആണെങ്കിൽ $24 million ഉണ്ടാക്കുന്ന കമ്പനി, $30 million ഉണ്ടാക്കുന്ന കമ്പനി ഉണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് ഇയർലി. അപ്പം നമുക്ക് മനസ്സിലായി ഓക്കെ ഇത് പ്രൂവബിൾ ആണ്. അപ്പം നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചു. ഈ ഒരു സ്പെസിഫിക്കേഷൻസ് വേണം നമ്മൾ പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ US വെച്ച് നോക്കുമ്പോൾ അതേപോലെ നമുക്ക് ഇറക്കാൻ പറ്റില്ല. കാരണം നമ്മളിവിടെ ഹാർഡ് വാട്ടർ ആണ്, പിന്നെ ചില സ്ഥലത്ത് ക്ലോറിനാണ്. ഇതൊക്കെ നമ്മളൊരു പ്രോസസ്സായിരുന്നു, അന്ന് തന്നെ പഠിച്ചതല്ല. കാരണം എന്താ വെച്ചാൽ US പറഞ്ഞാൽ വെള്ളം ഭയങ്കര സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. പക്ഷെ നമ്മളിവിടെ പറഞ്ഞാൽ ബാംഗ്ലൂർ കിട്ടുന്ന വെള്ളം പോലെയല്ല വേറെ സ്ഥലത്ത് കിട്ടുന്നത്. ബോർവെൽ നിന്നെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറ്റണം. അപ്പോൾ അതൊക്കെ പഠിച്ച് നമ്മൾ പ്രൊഡക്റ്റ് ഇറക്കി. ഫസ്റ്റ് 60 എണ്ണം പെട്ടെന്ന് തന്നെ പോയി, ഒരാഴ്ചയിൽ തന്നെ പെട്ടെന്ന് സോൾഡ് ഔട്ടായി. പിന്നെ എങ്ങനെ സോൾഡ് ഔട്ടായി? നിങ്ങൾ പിന്നെ ചുമ്മാ ആമസോണിൽ ലിസ്റ്റ് ചെയ്തിട്ട്? നമ്മൾ ചുമ്മാ ആമസോണിൽ ലിസ്റ്റ് ചെയ്തു. പിന്നെ ഇതിൽ പ്രശ്നം ഉണ്ടായത് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു 2-3 റിവ്യൂസ് നമ്മളെ ഞാൻ തന്നെ ചെയ്തു. അപ്പോൾ ആമസോണിൽ നിന്ന് ഒരു മെയിൽ വന്നു, ഇത് ചെയ്താൽ ഈ സാധനം ചെയ്തു. അപ്പോൾ പിന്നെ നമ്മളത് പോയില്ല. പക്ഷെ അന്ന് നോക്കാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഷിപ്പ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കസ്റ്റമർ നമ്പർ കിട്ടും. നമ്മൾ ഈസി ഷിപ്പ് എടുത്തത്, അന്ന് കസ്റ്റമർ നമ്പർ നമുക്ക് കിട്ടും. നമ്മളൊരു ആഴ്ച 2 ആഴ്ച വിളിക്കും, സാർ എങ്ങനെ ഉണ്ടായിരുന്നു പ്രൊഡക്റ്റ്, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അവർ റിവ്യൂ ചെയ്യണം. അപ്പോൾ നമുക്ക് അതും കിട്ടി. അപ്പോൾ അങ്ങനെ നമുക്ക് പിന്നെ 120 നമ്മൾ പിന്നെയും ഇമ്പോർട്ട് കൂട്ടി വന്നു. അത് കൂട്ടി നമുക്ക് മനസ്സിലായി ഈ ചൈന നമ്മൾ ഡിപ്പെൻഡൻസി ഇത് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ്. ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് അത്ര നല്ലതല്ല. അപ്പോൾ നമ്മൾ ഗുജറാത്തിൽ പോയി. അവിടെ ഗുജറാത്തിൽ എന്ന് വെച്ചാൽ വാട്ടർ ഫിൽട്രേഷൻ, കുടിക്കുന്ന വെള്ളത്തിൻ്റെ നല്ല ഫിൽട്രേഷൻ നടക്കുന്ന ഒരു മാനുഫാക്ചറിങ് രീതിയാണ്. അപ്പോൾ നമ്മുടെ ഒരു മാനുഫാക്ചറിങ് അങ്ങോട്ട് മാറ്റാനുള്ള രീതിയിൽ തുടങ്ങി. അപ്പം അവിടെയാണ് ഒരു ഷോർട്ട് പീരീഡിൽ നമ്മൾ എന്താ ചെയ്തത് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല, അത്രയും ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേറൊരു കാര്യം കൂടി അതിനകത്ത് ആഡ് ചെയ്യാനുള്ളത്, വ്യൂവേഴ്സ് മനസ്സിലാക്കേണ്ടത് ആമസോൺ പോലെ കമ്പനി പോലും അവർക്ക് ലോജിസ്റ്റിക്സ് സ്കെയിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് സെൽഫ് ഷിപ്പ് മോഡൽ അന്ന് ഉണ്ടായിരുന്നത്. സെൽഫ് ഷിപ്പ്, ഈസി ഷിപ്പ്. ഇപ്പം കസ്റ്റമർ ഇപ്പം ആ ഓപ്ഷനിലല്ലോ ഇല്ല. കാരണം അന്ന് അവർക്ക് അത് പ്രശ്നമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ തന്നെ തൽക്കാലം ചെയ്യും, കസ്റ്റമർ നമ്പറൊക്കെ അങ്ങ് കട്ടെ, അങ്ങ് പ്രശ്നമില്ല. പക്ഷെ ഇപ്പം അവരത് ബ്ലോക്ക് ചെയ്യും. അതെ. അന്നാണെങ്കിൽ സെൽഫ് ഷിപ്പും ഈസി ഷിപ്പും ഉണ്ട്. ഈസി ഷിപ്പ് പറയുമ്പോൾ ആമസോൺ തന്നെ പിക്ക് ചെയ്യും, നമ്മൾ FB ഇല്ല പിക്ക് ചെയ്യും. പക്ഷെ അന്ന് നമ്പർ ഉണ്ടായിരുന്നു, ഇന്നാണ് നമ്പർ കളഞ്ഞത്. ഇന്ന് ഈസി ഷിപ്പിന് ഫോൺ നമ്പർ ഇല്ല. അത് നിങ്ങൾ തന്നെ ഡീൽ ചെയ്താൽ മതി. ആമസോണിന് അത്രയും കസ്റ്റമർ സപ്പോർട്ട് ഉണ്ടാവില്ല. അതെ. അപ്പോൾ സോ ലെറ്റ് ദ മാനുഫാക്ചർ ഡീൽ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അത് സോൾവ് ചെയ്യാം. അതെ, ഓക്കെ, നൈസ്. അപ്പം നമ്മൾ പ്രൊഡക്ട്സ് പിന്നെ നമ്മൾ ഇതിനെപ്പറ്റി നമുക്ക് പിന്നെ വേറെന്ന് വെച്ചാൽ നമ്മളൊരു ഫീൽഡിലേക്ക് ഇറങ്ങും. ഇതൊക്കെ പിന്നെ കേട്ടോ മനസ്സിലാക്കിയത്. നമുക്ക് പിന്നെ ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാവും എവിടേക്കുള്ള. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് കസ്റ്റമേഴ്സിന് വേണ്ട കസ്റ്റമേഴ്സിനെ നമ്മൾ വിളിക്കും. പിന്നെ ഇപ്പോൾ എൻ്റെ നമ്പറൊക്കെ ഒരുവിധം അവൈലബിൾ ആണ്. അപ്പോൾ ചിലപ്പോൾ കസ്റ്റമർ ഇപ്പോഴാണെങ്കിലും ഒരു പ്രൊഡക്റ്റ് കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിളിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന്, അപ്പോൾ ഞാനത് അങ്ങനത്തെ വെച്ചിട്ടുമുണ്ട്. കാരണം കസ്റ്റമേഴ്സ് എപ്പോഴും നമ്മൾ ഉണ്ടാവുന്നത് നല്ലതാണ്, ഇൻ ടച്ചിൽ നല്ലതാണ്. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കൊരു മടിയാണ് അവർ ചെയ്ത, പക്ഷെ ഇപ്പം നമുക്ക് മനസ്സിലായി ഇതൊക്കെ അങ്ങനെ പഠിച്ചു വരികയാണ്. കറക്റ്റ്, അത് കൊണ്ട് പഠിക്കാൻ. അതെ. അപ്പോൾ ആമസോൺ മാത്രമാണ് ആ സമയത്ത് ഇതല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടും ബാക്കിയുള്ളതൊക്കെ സ്നാപ്ഡീലൊക്കെ ചെയ്തിരുന്നത്? എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ആമസോൺ, ഫ്ലിപ്കാർട്ട്, സ്നാപ്ഡീൽ. ഇപ്പോഴാണ് നമ്മൾ ജിയോ മാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആമസോണിൽ നിന്നാണ് ഏറ്റവും സെയിൽസ് വന്നത്, ഏറ്റവും കൂടുതൽ സെയിൽസ്. എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു കാറ്റഗറി ഡിപ്പെൻഡൻ്റ് ആണ് തോന്നുന്നു. ചിലർക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടാറുണ്ട്, പക്ഷെ നമുക്ക് ഫ്ലിപ്കാർട്ട് അങ്ങനെ വർക്കൗട്ട് ആയിട്ടില്ല. നിങ്ങളിപ്പോൾ എത്ര പെർസെൻറ്റേജ് ഇപ്പോൾ ആമസോണിനായിരിക്കും ഇപ്പോഴത്തെ സെയിലിൻ്റെ? ഇപ്പോൾ ഒരു 90% അടുത്ത് ആമസോൺ ആയിരിക്കും. ഷോപ്പിഫൈ ഇപ്പോൾ കയറി വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ സ്വന്തം വെബ്സൈറ്റ്, സ്വന്തം ഒരു ടെമ്പററി ബ്രാൻഡ് ആയല്ലോ. അതെ. കറക്റ്റ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ അവിടുന്ന് നിങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടി ഗുജറാത്തിലേക്ക് മാറ്റിയോ മാനുഫാക്ചറിങ്? ഫുള്ളി മാറ്റിയിട്ടില്ല. കാരണം ആ ഒരു ചൈന ലെവൽ ഓഫ് എഫിഷ്യൻസി അല്ലെങ്കിൽ അത് വന്നിട്ടില്ല. പക്ഷേ നമ്മൾ അത് ചെയ്യാൻ പറ്റും. നമുക്ക് ആക്ച്വലി നമ്മൾ പ്രൊഡക്ഷൻ തൃശ്ശൂരിലേക്ക് മാറ്റാനാണ് ഇനി ഫുൾ പ്ലാന്. കാരണം ഇത് അത്ര കോംപ്ലിക്കേറ്റഡ് ടെക്നോളജി അല്ല. നമുക്കൊരു ഇതിന് ഒരു ഇഞ്ചക്ഷൻ മോൾഡിങ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ തന്നെ നമ്മൾ പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ആക്ച്വലി നമ്മൾ അപ്വർക്കിലായിരുന്നു ഫസ്റ്റ് നോക്കിയത്. അപ്വർക്കിൽ നമ്മൾ ഈ ഇഞ്ചക്ഷൻ മോൾഡിങ് ഡിസൈനേഴ്സിനൊക്കെ നോക്കി. അപ്പോൾ അവിടെ നിന്നാണ് നമുക്കൊരു തൃശ്ശൂർ ആളെ കണ്ടത്. അപ്പോൾ അവരോട് സംസാരിച്ച അവർ ഭയങ്കര ഹൈലി കേപ്പബിൾ ആണ്. സിംഗപ്പൂരിൽ വർക്ക് ചെയ്തു, പുറത്തൊക്കെ വർക്ക് ചെയ്തിട്ടാണ് വന്നത്. അവർക്ക് CNC മെഷീൻ ഉണ്ട്, മോൾഡ് ഉണ്ടാക്കുന്ന മെഷീൻസ് ഒക്കെ. അപ്പോൾ മനസ്സിലായി നമുക്ക് ഇവിടെ പോസിബിൾ ആണ്. അപ്പോൾ നമ്മൾ ഫുൾ മാനുഫാക്ചറിങ് നമ്മൾ കേരളത്തിലേക്ക്, ഔട്ട്സോഴ്സിങ് ആണെങ്കിൽ കൂടി തന്നെ ഒരു എഗ്രിമെന്റിൽ നമ്മൾ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. കോൺട്രാക്ട് മാനുഫാക്ചർ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇനി ഇന്ത്യയിൽ നിന്നും പുറത്ത് ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ ചൈന ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇത് ആക്ച്വലി ഒരു നല്ലൊരു മാർക്കറ്റ് ഉണ്ട്. നമുക്കൊരു ക്രാക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇന്ത്യന് പുറത്തും US ഒക്കെ ആണെങ്കിലും ഞാൻ പറഞ്ഞില്ല വലിയൊരു മാർക്കറ്റാണ്. അപ്പോൾ നമുക്കൊരു എക്സ്ട്രാ ഡിസൈനിലും ഫിൽട്രേഷനിലും ഡിഫറൻസ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പിന്നെ വേറെ ഒന്ന് കാണുന്നത് വെച്ചാൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്കൊന്ന് വേറെ കുറച്ചും കൂടി ടെക്നിക്കലായിട്ടുള്ള കോളേജസ് ഒക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്യണമെന്നുണ്ട്. അവരെ നിന്നുള്ള പുതിയ ടെക്നോളജി നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഇതിൻ്റെ റോ മെറ്റീരിയൽസ് നിങ്ങൾ എവിടെ നിന്നാണ് സോഴ്സ് ചെയ്യുന്നത്?
അതിനകത്ത് കുറെ മീഡിയാസ് ഉണ്ടല്ലോ. ഇതിന് മെയിൻ ആക്ടിവേറ്റഡ് കാർബൺ ആണ് ഒന്നുള്ളത്. ഈ ആക്ടിവേറ്റഡ് കാർബൺ പറഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്. അത് ഇവിടെ റെഡി അവൈലബിൾ ആണ്. കേരളത്തിൽ വരെ അത് ഉണ്ടാക്കുന്ന മെഷീൻ കമ്പനീസ് ഉണ്ട്. പിന്നെ KDF ആണ്. KDF പറഞ്ഞ ഒരു കോപ്പർ ആൻഡ് സിങ്ക് ഒരു മിക്സ് ആണ്. അതും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതെല്ലാം ഇതിൻ്റെ റോ മെറ്റീരിയൽസ് പോളിഫോസ്ഫേറ്റ് ക്രിസ്റ്റൽസ് ഹൈ ക്വാളിറ്റി ആണ് നമ്മൾ ചെക്ക് ചെയ്യണം. രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഴ്സിങ് എടുക്കണം. ഇത് രണ്ടാണ് മെയിൻലി ഉള്ളത്. പിന്നെ സിയോലൈറ്റ് ബോൾസ്. പിന്നെ ചില സമയത്തൊക്കെ നമുക്ക് കേരളത്തിന് നിങ്ങൾ സോഴ്സ് ചെയ്യുന്നത് അല്ല, ഇത് നമ്മൾ ഓൾ ഇന്ത്യ. പിന്നെ ചില KDF പറഞ്ഞ സാധനം നമ്മൾ ഇമ്പോർട്ട് ചെയ്യാറുണ്ട്. ഇമ്പോർട്ട് ചെയ്യലുണ്ട്. എവിടുന്ന്? ചൈനയിലാണോ? അല്ല, നമ്മൾ തായ്വാനിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യാറ്. ചൈന റൈറ്റ്, രണ്ടും തന്നെയാണ്. ഓക്കെ. അപ്പം ഇതിൻ്റെ ഒരു ഓക്കെ, സോ എല്ലാ മാസവും ഇൻക്രീസിങ് സെയിൽസ് ആയിരുന്നു. ഹൗ ഡിഡ് ഇറ്റ് ഗോ? അല്ല, അങ്ങനെ ആയിരുന്നില്ല. അതായത് കാരണം നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു ഇടയ്ക്കിടയ്ക്ക്. തുടക്കിയ സമയത്തൊക്കെ പറഞ്ഞാൽ നമ്മൾ 15 ദിവസം 20 ദിവസമൊക്കെ നമ്മൾ അങ്ങനെ ടൈം ഇടും. അപ്പോൾ കസ്റ്റമേഴ്സ് വാങ്ങിക്കുമായിരുന്നു. ചില കസ്റ്റമേഴ്സ് ഇങ്ങനെ മെസ്സേജ്, ഞാനത് വിചാരിച്ചിട്ടില്ല ഇത്രയും ദിവസം ഉണ്ട് ഞങ്ങൾ വിചാരിച്ചു. അപ്പം അവർ കാണുമ്പോൾ അപ്പോൾ നമ്മൾ കുറച്ച് പ്രൊഡക്ട്സ് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ പറയുന്ന കസ്റ്റമേഴ്സ് നമ്മളൊന്ന് അയച്ചു കൊടുക്കും. ഓക്കെ, അങ്ങനെ ഒരു അപ്പ് ഡൗൺ ആയിരുന്നു. പിന്നെ ചില സമയങ്ങളിൽ സ്റ്റോക്ക് ഇഷ്യൂ ആയിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്ന, സെയിൽസ് ഇഷ്യൂ അല്ല. സെയിൽസ് ഇഷ്യൂ അല്ല, ഇൻവെന്ററി ഇഷ്യൂ ആണ്. ഇൻവെന്ററി ഇഷ്യൂ ആയിരുന്നു. ഗുഡ് പ്രോബ്ലം ടു ഹാവ്. അതെ, സെയിൽസ് ഉണ്ടായത് കൊണ്ടല്ല പ്രോബ്ലം. അതെ. അപ്പം നമുക്ക് പിന്നെ ഒരു ഹെൽപ്പ് ഉണ്ടായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആമസോൺ നമുക്കൊരു ഫണ്ട് തന്നു. ബാങ്ക് ഓഫ് ബറോഡ നമ്മൾ ആമസോണിൽ ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല, കാരണം നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് ഇനി കാണാൻ പറ്റില്ല. നമുക്ക് ഒരു ആമസോണിൻ്റെ ഉള്ളിൽ തന്നെ ഡാഷ്ബോർഡിൽ വരും. നമുക്ക് ചില ബാങ്ക്സ് നമുക്ക് ഓഫർ ചെയ്യും ലോൺ, വെരി നൈസ്, കൊലാട്രൽ ഫ്രീ ആയിട്ട്. ബാങ്ക് ഓഫ് ബറോഡ ഉണ്ടായിരുന്നു, അങ്ങനെ പല ബാങ്ക്സ് ഉണ്ടായിരുന്നു. പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കി ബാങ്ക് ഓഫ് ബറോഡ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരുന്നു. 9.5 ആയിരുന്നു ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ കൊലാട്രൽ ഫ്രീ. അപ്പോൾ അന്ന് 14.4 lakhs ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ വന്നിട്ടുണ്ട്, വെറുതെ ഒന്ന് നിൽക്കി നോക്കട്ടെ ചോദിച്ചു. വെറുതെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, അപ്ലൈ ചെയ്ത് പറഞ്ഞിട്ട് അത്രയേ ഉള്ളൂ, ഒന്നും വേറെ ഒന്നും ചെയ്യാം. ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്തു. അപ്പോൾ അടുത്ത ദിവസം വിളിക്കുന്നവർ, സാർ എവിടെയാണ്? കോഴിക്കോട് നിന്ന് ബ്രാഞ്ചിൽ നിന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവർ വന്നു, ഓക്കെ, എൻ്റെ സ്റ്റോക്കൊക്കെ എൻ്റെ സ്റ്റോക്കിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു. അവർ പോയി അപ്ലൈ ചെയ്ത്. അപ്പം അവർ പറഞ്ഞു ഞങ്ങളിത് പ്രൊസീഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു 40 ഒന്നും വേണ്ട, എന്നെ ഇവിടുന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു കാരണം എനിക്കൊരു പേടിയില്ല, ജീവിതത്തിൽ ഇതിന് ലോണൊന്നും എടുത്തിട്ടില്ല, ഇത്രയും പൈസ കിട്ടിയ അവസരം ഞാൻ അടക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെ 3, 4, 5 ഒക്കെ മതി പറഞ്ഞു. അപ്പോൾ അവരെ പറഞ്ഞു നിങ്ങൾ പേടിക്കല്ല, കാരണം നിങ്ങളിത് വെക്കും, പിന്നെ ഇത് കൂട്ടാൻ ബുദ്ധിമുട്ട് വരും, നിങ്ങൾ വെച്ചോളൂ, കുഴപ്പമില്ല. നിങ്ങൾ ഓടിയാണെന്ന് ഓവർ ഡ്രാഫ്റ്റ് ഒന്നും എന്താണെന്ന് അറിയില്ല. അപ്പോൾ അവർ ഓവർ ഡ്രാഫ്റ്റ് ഒക്കെ എന്താന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഓക്കെ, കുഴപ്പമില്ല, നമ്മൾ എടുക്കുന്നതിന് കാശ് കൊടുത്താൽ മതി, ഇൻട്രസ്റ്റ് അവർ അപ്രൂവ് ചെയ്ത് വെക്കും, പക്ഷെ നിങ്ങൾ എടുക്കുന്ന പൈസക്ക് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അവർ സിമ്പിൾ കാരണം 1 ലക്ഷം എടുത്താൽ ഏകദേശം 900 rupees മന്ത്ലി കൊടുക്കണം. മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇത് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നമ്മളത് എടുത്തു. ആ സമയത്ത് നിങ്ങൾക്ക് എത്ര സെയിൽ ഉണ്ടായിരുന്നു? ആ സമയത്ത് എനിക്ക് തോന്നുന്നൊരു 7-8 lakhs per month. അപ്പം അറൗണ്ട് അതിന്റെ കാശ് തന്നെ നിങ്ങൾക്ക് അപ്രൂവ് ആയി കിട്ടി. അതിന്റെ കാശില്ല, അതിന്റെ ഡബിൾ 14 lakhs. എനിക്കൊന്ന് കൺസിസ്റ്റന്റ്ലി നമ്മൾ ചെയ്യുന്നുണ്ട് ആ സമയത്ത്. പിന്നെ എനിക്കൊന്ന് അവർക്ക് പൊട്ടൻഷ്യൽ മനസ്സിലായിട്ടുണ്ട്. ട്രാക്ക് റെക്കോർഡ് ഉണ്ടല്ലോ, ആമസോൺ തന്നെ ട്രാക്ക് റെക്കോർഡ് കൊടുക്കാം. അതെ. അപ്പോൾ അങ്ങനെ ആ ലോൺ പാസ്സായി. പിന്നെ കുറച്ചും കൂടി നമുക്ക് എളുപ്പമായി. പിന്നെ നമ്മൾ കുറച്ചും കൂടി റിസ്ക് എടുക്കാൻ തുടങ്ങി, പുതിയ പ്രൊഡക്ട്സ് നോക്കാൻ തുടങ്ങി, വേറെ എന്തെങ്കിലും ടെക്നോളജി നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ നമ്മൾ അത് 21 lakhs നമുക്ക് ഇൻക്രീസ് ചെയ്ത് കിട്ടി. ഇപ്പം നമുക്ക് കുറച്ചും കൂടി നമ്മൾ 70 lakhs വരെ നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ട് ഉണ്ട്. 70 lakhs വരെ. ഈ ഓവർ ഡ്രാഫ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ MYOPന്റെ റെയ്ഹാനുമായിട്ട് സംസാരിച്ചു. അവരും ഈ ഫെസിലിറ്റി യൂസ് ചെയ്യുന്നുണ്ട്, ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി. കാരണം ആ ക്യാഷ് ഫ്ലോ കാണിക്കാൻ പറ്റുന്നത് കൊണ്ട്. അതെ, അത് ഞാൻ പറയുന്നത് എല്ലാവരും യൂസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമുണ്ട്, CGT MSME സ്കീം പറഞ്ഞിട്ട്. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് 20% റവന്യൂ, 20-25% റവന്യൂ വരെ നമുക്ക് ഓവർ ഡ്രാഫ്റ്റായി കിട്ടും, ലോണായി കിട്ടും, കൊലാട്രൽ ഫ്രീ ആയിട്ട്. 10 ലക്ഷം ഉണ്ടെങ്കിൽ 2.5 ലക്ഷം ലോണായി കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ റവന്യൂൻ്റെ 20-25% നമുക്ക് കൊലാട്രൽ ഫ്രീ ലോൺ കിട്ടും. 9-13% വരെ 14% വരെ ബാങ്കിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്കത് ഇൻട്രസ്റ്റ് റേറ്റിന് കിട്ടും. പിന്നെ ഒരു പ്രോസസ്സിംഗ് ഫീ ഉണ്ടാവും, പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ഗ്യാരണ്ടി ഫീ ഉണ്ടാവും. ഗവൺമെൻറ്റേക്കും ഗ്യാരണ്ടി നിൽക്കുക, അതിൻ്റെ ഒരു 0.5% എന്തോ അതിനുണ്ട്. ഓക്കെ. അപ്പം നിങ്ങൾ ഇപ്പോൾ ലോൺ ലോഡ് ഉണ്ടോ? അതെ, ഇപ്പോൾ ലോൺ എത്ര ലോണാണ് ഇപ്പോൾ ഉള്ളത്? നമുക്ക് ഉള്ളത് 70 ആണ്. പക്ഷെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാംഗ്ലൂരിൽ കർണാടക കയറാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് മാറണമെന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 20 പിന്നെ 70 മാറി നമ്മൾ കൊലാട്രൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, വീട്ടിൽ നമ്മൾ കൺവിൻസ് ചെയ്തൊരു കൊലാട്രൽ തൽക്കാലത്തേക്ക് വെച്ചു. നമുക്കൊരു പെട്ടെന്നൊരു ആവശ്യമായിരുന്നു അത്. നമ്മൾ ആക്ച്വലി നമ്മൾ 1 crore ഒരു ജമ്പായിരുന്നു. പെട്ടെന്നൊരു 30-40 എന്നാണ് നമ്മൾ പെട്ടെന്ന് സ്കെയിലായത്. എത്ര മാസം കൊണ്ട്? ഒരു 2-3 മാസം കൊണ്ട്. അപ്പോൾ ഭയങ്കര ഗ്രോത്ത് ആയിരുന്നു. ഇൻവെന്ററി പ്രോബ്ലം ഭയങ്കരമായിട്ട്. നമുക്ക് ഇതിപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഇൻവെസ്റ്റേഴ്സിന് എടുത്ത് പോകാൻ പറ്റില്ല, നമുക്ക് തന്നെ എങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യണം. അപ്പം
വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും, ബട്ട് യു നീഡ് ദ നെറ്റ്വർക്ക്. അപ്പം വീട്ടിൽ കൺവിൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി, കാരണം ഒരു ഫാമിലി പ്രോപ്പർട്ടി ആയിരുന്നു. അപ്പം പക്ഷേ അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. 1 കോടിന്റെ റവന്യൂ ചെയ്യില്ല പിന്നെന്താ. അതെ, അന്ന് അതില്ലല്ലോ. പിന്നെ ഞാൻ അങ്ങനെ റവന്യൂ കാരണം പുറത്ത് പറഞ്ഞിട്ടുമില്ല. ഇപ്പോഴായിരിക്കും ഞാൻ പബ്ലിക്കലി എന്ന് പറയുന്നുണ്ടാവും. അത് ശരി. അപ്പം പക്ഷേ ഒരു വിശ്വാസം തന്നു. പക്ഷെ നമുക്ക് മാറണം. നമ്മളുടെ പക്ഷേ പ്ലാൻ കാണുന്നത് എന്താ, നമുക്ക് ഇവിടെ കേരളത്തിൽ കിട്ടിയിട്ടില്ല, നമ്മൾ കർണാടക. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.5 കോടിൻ്റെ അടുത്ത് കൊലാറ്റർ ഫീ കിട്ടിയിട്ടുണ്ട്, 9% തന്നെ. അപ്പം പക്ഷേ അപ്പൊ ഹി ഹാസ് എ റവന്യൂ ഓഫ് 5 crores. അതെ സംതിങ്. അപ്പം ഇനി അവർ 5 crore വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, ഗവൺമെന്റ് തരും. ഓക്കെ, അതിനാണല്ലോ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്. അതെ, നമ്മളെ നെറ്റ്വർക്കിൽ തന്നെ കുറെ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ. സോ ഈവൻ നമ്മളെ വാട്സാപ്പ് ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. സോ ദേ വിൽ ബി, ഐ തിങ്ക് ദേ വിൽ ബി ഇൻട്രസ്റ്റഡ്. ഓക്കെ. അപ്പം യു റേസ്ഡ് 70 now. ബാങ്ക് യെസ്. ഓക്കെ, അത് എന്നിട്ട് അത് ഇൻവെന്ററിക്ക് യൂസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ അത് ആക്ച്വലി യൂസ് ചെയ്യുന്നില്ല, നമ്മളുടെ പ്രോഫിറ്റ് തന്നെ വെച്ചിട്ടുള്ളത് ഗ്രോ ചെയ്യുന്നത്. ഓക്കെ. അപ്പം കാരണം നമ്മളൊരു 1 crore കണ്ടിന്യൂസ് കൺസിസ്റ്റൻ്റ് നമ്മളിപ്പോൾ ഒരു 45 months ആയി ചെയ്യുന്നു. അപ്പം നമുക്ക് ആക്ച്വലി നമ്മളുടെ ഫണ്ട് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓടിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അല്ല അപ്പം പിന്നെ അപ്പം ഓടിക്കുങ്ങൾ സ്റ്റിൽ ഇൻട്രസ്റ്റ് പേ ചെയ്തോണ്ട് ഇല്ല, ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്ത് മാത്രം ഇയർലി കൊടുക്കേണ്ടി വരും. അതല്ലാണ്ട് നമുക്ക് ഉപയോഗിക്കുന്നതിന് മാത്രം കൊടുത്താൽ മതി. മനസ്സിലായി. അപ്പം ഇനിയും സെയിൽസ് അവിടെ പെട്ടെന്ന് കൂട്ടാനുള്ള വഴികളുണ്ടോ? വാട്ട് ഡു യു തിങ്ക്? വേർ ആർ യു ഗോയിങ്? അതെ, നമുക്ക് 100 crore നമുക്ക് അച്ചീവബിൾ ആണ്. ആക്ച്വലി 3 to 4 years നമുക്ക് പറ്റും 100 crore ആനുവൽ റവന്യൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഡക്റ്റ് പറഞ്ഞാൽ ഷവറിലും ടാപ്പിലും കണക്ട് ചെയ്യാം. കറക്റ്റ്. മിക്ക വീടുകളും ഷവറിലും ടാപ്പിലും ഉണ്ട് പ്രൊഡക്റ്റ്. ഇതൊക്കെ നമ്മുടെ പൊട്ടൻഷ്യൽ മാർക്കറ്റാണ്. പിന്നെ നമുക്ക് ഇനി നമ്മൾ അടുത്ത സ്റ്റേജസ് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്ക് വേണ്ടി അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ സ്പെസിഫിക് ആവും, കസ്റ്റമൈസ്ഡിലേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു കസ്റ്റമറിന് തന്നെ അവരുടെ വാട്ടർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റണം. പിന്നെ നമ്മൾ ഇതിന് കൂടെ ഓഫർ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ 60 days മണി ബാക്ക് ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മളൊന്ന് വാങ്ങിച്ച് ഇഷ്ടപ്പെട്ടില്ല അവർക്ക് നമുക്ക് പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്യാം. 60 days, നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്. അപ്പം ഈ ഒരു 2 ഫീൽഡിൽ ഇന്ത്യയിൽ ഇത്രയും വലിയൊരു മാർക്കറ്റാണ്, അതൊരു മാർക്കറ്റ്. രണ്ടാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാത്റൂം ഫിറ്റിങ്സിലേക്ക് നമ്മൾ ഇറങ്ങുന്നുണ്ട്. ഓക്കെ, ടാപ്പ് എക്സ്ചേഞ്ചേഴ്സ് അങ്ങനെ വേറെ കുറച്ച് പ്രൊഡക്ട്സിലേക്ക് കൂടി നമ്മൾ ഇറങ്ങുന്നുണ്ട്. ഇത് നല്ലൊരു ഫിൽട്രേഷൻ തന്നെയാണ് നമ്മുടെ മെയിൻ സംഭവം. ഇതിൻ്റെ ഉള്ളിൽ ആ ഫിൽട്രേഷൻ മീഡിയാസ് ഉണ്ടാവും. നമ്മൾ കിച്ചണിലാണെങ്കിൽ കിച്ചൺ ഫിൽറ്റർ വരും. ഇതൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്, 1-2 years പ്ലാൻ ചെയ്തത്. പിന്നെ അടുത്തൊരു സ്റ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫുള്ളി ഞാൻ പറഞ്ഞില്ല, നമ്മൾ തൃശ്ശൂരിലേക്ക് മാനുഫാക്ചറിങ് കൊണ്ടുവരുമ്പം നമ്മളൊരു പ്രൊഡക്റ്റ് അത് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അത് വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇന്ത്യയിലല്ല വേൾഡിലുള്ളത് തന്നെ ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റായി നമുക്ക് മാറ്റാൻ പറ്റും ഷാ ഫിൽറ്റേഴ്സിനെ. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ചൈനയായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും, US മാർക്കറ്റ് അതല്ലെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റ്സ് നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് നമ്മൾ ഓൾറെഡി നമുക്ക് അവിടെ വിൽക്കാൻ നമുക്ക് എങ്ങനെയാണെന്ന് അറിയാം. നമ്മൾ ഇപ്പോഴേ ആമസോണിലൂടെ നമ്മൾ ആമസോൺ UK UAE ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ 3 സ്ഥലത്ത് നമ്മൾ UAE നമ്മൾ 1 lakhന് അടുത്താണ് 1.5 lakhs അടുത്ത് റവന്യൂ ചെയ്യുന്നുണ്ട് INR. ഓക്കെ. പിന്നെ UK ജർമ്മനി കുറച്ചും ഡിഫിക്കൽട്ടാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കിയത് നമുക്കൊരു 2x അല്ലെങ്കിൽ 3x പ്രൊഡക്റ്റ് നന്നായിട്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാര്യമുള്ളൂ. വലിയ മാർക്കറ്റാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 2x 3x പ്രൊഡക്റ്റ് ബെറ്റർ ആയിരിക്കണം. ഇപ്പോഴുള്ള അതിൻ്റെക്കാട്ടും നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആയിരിക്കണം. അതാണ് നമ്മൾ ഇപ്പോഴത്തെ ഫോക്കസ്. അല്ല, പക്ഷേ ആ പ്രൊഡക്റ്റ് നന്നാക്കണമെങ്കിൽ അപ്പോൾ മീഡിയാസ് മാറ്റണം. അത് മാത്രമല്ല, അതിൽ ഒന്നുമുള്ള നമ്മൾ പ്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമൈസബിൾ, അത് പോസിബിൾ ആണോ എന്നറിയില്ല, അത് വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്വാണ്ടിറ്റീസ് തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ നമ്മളിപ്പം കുറച്ച് ടെക്നിക്കൽ കമ്പനീസ് സംസാരിക്കുന്നുണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ ഇയറിലാകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ലോഞ്ചിങ് ചെയ്യണം. വെരി നൈസ്. അത് ഫുള്ളി ഡിസൈൻഡ് മാനുഫാക്ചർഡ് എവറിത്തിങ് ഫ്രം കേരള. ഇതാണ് നമ്മളുടെ പ്ലാൻ. ഇന്ത്യ അല്ല, കേരളയിൽ. മെയ്ഡ് ഇൻ കേരള ടു ദ വേൾഡ്. അതെ, ഞങ്ങളെപ്പോഴും പറയും KPH മെയ്ഡ് ഇൻ കേരള ടു ദ വേൾഡ്. പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ പ്രൊഡക്റ്റ് കാണുന്നത് മെയ്ഡ് ഇൻ കേരള. അതിലേക്ക് എത്തണം, അതാണ് നമ്മളുടെ ഒരു ഡ്രീം. ഒരു ഡ്രീം. അതെ, വെരി നൈസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം, നിങ്ങൾ ഈ മീഡിയാസ് ഉണ്ടല്ലോ, ഈ മീഡിയാസ് ഒരു റിക്കറിങ് ബിസിനസ് അല്ലേ? അതെ. അത് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ മോഡൽ അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ? നമ്മൾ മീഡിയാസ് ഇടയ്ക്കിടയ്ക്ക് മാറ്റി എത്രയാണ് ഇതിൻ്റെ ഒരു ടൈം പീരീഡ്? ഒരു 4 to 6 months ആണ് ഇതിൻ്റെ പീരീഡ്. ഓക്കെ. അപ്പം ഇത് കസ്റ്റമേഴ്സ് വാങ്ങിക്കണം. നമുക്ക് 40% കസ്റ്റമേഴ്സ് വരുന്നുണ്ട് നമ്മുടെ വെബ്സൈറ്റിൽ. അതെ, റിട്ടേൺ വരുന്നുണ്ട്. നമ്മൾ ഈ സോഫ്റ്റ്വെയർ വെക്കണോ, നമ്മളൊരു സോഫ്റ്റ്വെയർ ഒരു പ്രാവശ്യം വിറ്റ് കഴിഞ്ഞാൽ യു കണ്ടിന്യൂസ്ലി ഗെറ്റ് റവന്യൂ, റൈറ്റ്? അതെ, ദാറ്റ്സ് ദ സെയിം മോഡൽ വിച്ച് ആർ എക്സിക്യൂട്ടിംഗ് ഇൻ എ പ്രൊഡക്റ്റ്. അതെ. അപ്പം ഇതിൽ സബ്സ്ക്രിപ്ഷൻ നമുക്ക് അത്ര ക്ലിക്ക് ആവുമെന്ന് അറിയില്ല, കാരണം ഇന്ത്യയിൽ അത്ര സബ്സ്ക്രിപ്ഷൻ
വന്നിട്ടുണ്ടോ അറിയില്ല, കാരണം ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ അത് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യണം. അതാണ് അടുത്ത സ്റ്റേജ്. പക്ഷെ നമുക്ക് കസ്റ്റമേഴ്സ് നമ്മൾ മെയിൽ കൊടുക്കും, വാട്സ്ആപ്പ് മെസ്സേജസ് കൊടുക്കും. കറക്റ്റ് ഒരു 5 months ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി വാട്സ്ആപ്പ് മെസ്സേജ് പോകും. ഇത് റീപ്ലേസ് ചെയ്യാനായിട്ടുണ്ട്. ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബിസിനസ് മോഡൽ. നോട്ട് ജസ്റ്റ് സെല്ലിംഗ് ദ പ്രൊഡക്റ്റ്, ബിക്കോസ് യു ആർ സെല്ലിംഗ് എ സബ്സ്ക്രിപ്ഷൻ ബിസിനസ് ഇൻസൈഡ് ദ പ്രൊഡക്റ്റ്. യെസ്. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കസ്റ്റമർ ഫീഡ്ബാക്ക് കോൾ എടുക്കും. കാരണം കസ്റ്റമേഴ്സ് ആണ് നമുക്ക് കുറേ പ്രൊഡക്ട്സിനെ പറ്റി നമുക്ക് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ നമ്മൾ അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ചിലർ മോശമായപ്പോൾ ഞാൻ പറയാം, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സാറ് കുഴപ്പമില്ല ഞങ്ങൾ റിട്ടേൺ എടുത്തോളാം, സാറിന് ഫുൾ റീഫണ്ട് തരാമെന്ന് പറയും. ചിലപ്പോൾ ആ പ്രൊഡക്റ്റ് അവിടെ വിൽക്കുകയും ചെയ്യും, അവർക്ക് റീഫണ്ട് കൊടുക്കും. അപ്പം ആ കസ്റ്റമേഴ്സ് കോൾസ് എന്നാണ് നമുക്ക് തന്നെ മനസ്സിലാകുന്നത്. അവർക്ക് ബോർവെല്ലിൽ പ്രശ്നം, അല്ലെങ്കിൽ നമുക്കറിയാം ബാംഗ്ലൂരിൽ ഇങ്ങനത്തെ ഈ ഒരു പ്രശ്നമാണുള്ളത്, അല്ലെങ്കിൽ ഡൽഹിയിൽ ഇങ്ങനത്തെ പ്രശ്നമാണുള്ളത്, ടൂറിൻ്റെ പ്രശ്നമാണ് ചിലപ്പം മുംബൈയിൽ വരിക. അപ്പോൾ നമുക്ക് അവർ തന്നെ ചിലപ്പോൾ സജസ്റ്റ് ചെയ്യും, നിങ്ങളിപ്പോൾ ടാപ്പിൽ നമ്മളുടെ ഷാഫ് ഫിറ്റേഴ്സ് ടാപ്പിലും ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ 28 mm അല്ലെങ്കിൽ 24 mm ഉള്ള അഡാപ്റ്റേഴ്സാണ് കൊടുക്കുന്നത്. കറക്റ്റ്. അപ്പോൾ അവർ പറയും ഇല്ല സാർ നമ്മൾക്ക് വേറെ അഡാപ്റ്റേഴ്സ് വേണം. അപ്പോൾ നമുക്ക് മനസ്സിലായപ്പോൾ നമ്മൾ 4 എണ്ണം ഉള്ള അഡാപ്റ്റേഴ്സ് കൊടുക്കാൻ തുടങ്ങി. മനസ്സിലായി. അങ്ങനെ അതൊരു ഫീഡ്ബാക്ക് നമ്മൾ വെക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ അല്ല, അവർ തീരെ ഹാപ്പി ആയിരിക്കില്ല, മിക്കവരും ഹാപ്പിയാണ്. പക്ഷേ ഹാപ്പി ഇല്ലെങ്കിൽ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ബേസിക്കലി ഇവിടെ ഒരു സോഷ്യൽ കോസും കൂടി ഇല്ലേ. ഇപ്പം നിഖിൽ കാമത്തിൻ്റെ ഒക്കെ WTF ഫണ്ട് ഉണ്ട്, റെയിൻ മാറ്ററിൽ നിങ്ങൾ പിച്ച് ചെയ്തിരുന്നോ? നമ്മൾ ഇതിലായിട്ട് ഇൻവെസ്റ്റേഴ്സ് അങ്ങനെ പോയിട്ടില്ല, കാരണം നമുക്കത് വേണ്ടെന്ന് വിചാരിച്ചിട്ടല്ല. ഇപ്പം നമ്മൾ സ്മോൾ ടീമാണ്, നമ്മളൊരു 6 people ടീമാണ്, ഇൻക്ലൂഡിങ് എവറിത്തിങ്, മാനുഫാക്ചർ എല്ലാം അടക്കം. അപ്പം നമ്മൾ ഇതിന്റെ ബാക്കിൽ ഓട്ടത്തിലായിരുന്നു. അപ്പം നീ എല്ലാം അത് ബിസിനസ് ബിൽഡ് ചെയ്യായിരുന്നു. ബിസിനസ് ബിൽഡ് നമുക്ക് ആക്ച്വലി ഇൻവെസ്റ്റേഴ്സിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല ഇതുവരെ. പക്ഷേ ഇൻവെസ്റ്റേഴ്സ് വിൽ കംസ് വിത്ത് മണി ആൻഡ് നെറ്റ്വർക്ക്. അതെ. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കൊരു റീറ്റെയിൽ ചെയിനിൽ കയറണം. സോ ഇഫ് യു ഹാവ് ദ റൈറ്റ് ഇൻവെസ്റ്റേഴ്സ് ഓൺ ബോർഡ് വിത്ത് യു, ദേ വിൽ ഹെൽപ്പ് യു ഗെറ്റ് ഇൻ. അതെ. റീറ്റെയിലായിരിക്കും സെയിൽ കൂടുക. അതെ. റീറ്റെയിൽ നമ്മളൊരു 2 പ്രൊഡക്റ്റ് പുതിയ ലോഞ്ച് ചെയ്തു റീറ്റെയിലിന് വേണ്ടിയിട്ട്. കാരണം ആ ഒരു യൂസർ പിടിക്കുമ്പോൾ തന്നെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ അറിയാൻ വേണ്ടി പാക്കേജിംഗ് ഒക്കെ അങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഇയറിൽ നമുക്ക് ആ പ്ലാനും കൂടി ഉണ്ട് റീറ്റെയിലേക്ക് ഒന്ന് മാറാൻ വേണ്ടി. അതായത് ബേസിക്കലി നിങ്ങൾ ഡിജിറ്റൽ ഫസ്റ്റ് ബ്രാൻഡാണ്. അതെ. ഇനി ഒമ്നി ചാനൽ ആവണം, റീറ്റെയിലേക്ക് പോകണം, അത് കഴിഞ്ഞിട്ട് 2ലും കൂടി സെല് ചെയ്യണം. അതെ. 1 step at a time. അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. ഓക്കെ. അപ്പം നിങ്ങളെ ഇപ്പോഴത്തെ മേജർ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോൺ തന്നെയാണ്. ഓക്കെ. നൗ വാട്ട് ഡസ് യുവർ ഓൺലൈൻ എക്സിസ്റ്റിംഗ് സാധാരണ എല്ലാവരും സ്വന്തം വെബ്സൈറ്റിലൊക്കെ ചെയ്തിട്ടാണ് പോവാറ്. ആമസോൺ ഇസ് എ വെരി നൈസ്, നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ഓൾറെഡി സോർട്ട് ചെയ്തു, കാരണം അവിടെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ഉണ്ടോ? നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷെ കോമ്പറ്റീഷൻ ഒരു വിധത്തിൽ നല്ലതാണ്. അപ്പം നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി അത് പുഷ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ആക്ച്വലി തോട്ട്സ് ഒക്കെ വരുന്നത്, നമുക്ക് എങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റും, മീഡിയാസിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് ആക്ച്വലി കസ്റ്റമേഴ്സിന് നല്ലതാണ്. അപ്പോൾ ഈ R&D ഒക്കെ ആരാണ് ചെയ്യുന്നത്? നിങ്ങൾ തന്നെയാണോ? ഇത് R&D പറഞ്ഞാൽ വലിയൊരു വാക്കായി പോയി. നമ്മളുടെ ഇമ്പ്രൂവ്മെൻ്റ് എങ്ങനെയും കസ്റ്റമേഴ്സ് പ്രൊഡക്റ്റ് ഇമ്പ്രൂവ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ R&Dയിലേക്ക് എത്തുക ചെയ്യുക. നമുക്കിത് അറിയില്ല, അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ നമ്മൾ നോക്കും, അപ്പം ഏതെങ്കിലും ഏജൻസി നമ്മളെ ഹെൽപ്പ് ചെയ്യുമോ, ഏതെങ്കിലും ലാബ്സ് ഹെൽപ്പ് ചെയ്യുമോ. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കാൻ നോക്കും. നമുക്ക് അറിയുന്ന നെറ്റ്വർക്ക് നമ്മൾ വിളിച്ചന്വേഷിക്കും. ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പം ടെക്നിക്കൽ കാര്യം നമ്മൾ അറിയുന്ന ആൾക്കാരെ അടുത്തേക്ക് എത്തും, ചെയ്തു തരുമോ ചോദിച്ചിട്ട്. ഓക്കെ. അപ്പോൾ അക്ഷയ് സോളോ ഫൗണ്ടർ അല്ലേ? അതെ. സോ യു ഓൺ 100% ഓഫ് ദ കമ്പനി നൗ. ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ അക്ഷയാണ് ബേസിക്കലി R&D ആരാണ്? ടീം മൊത്തത്തിൽ ഇടപെടുമോ? ടീം മൊത്തത്തിൽ ഇടപെടും. കാരണം എന്താ വെച്ചാൽ 6 പേര് 4 പേര് വെയർ ഹൗസിലും 4 പേര് വെയർ ഹൗസിലുള്ളവർക്ക് ഭയങ്കര ഐഡിയാസ് കിട്ടും. കാരണം റിട്ടേൺ വരുന്ന പ്രൊഡക്ട്സിലൊക്കെ അവർക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഡിഫിക്കൽട്ടീസ് ഉള്ളത്. ഓക്കെ. അപ്പോൾ ആ ഒരു ഐഡിയ അവർക്ക് ഭയങ്കരമായിട്ട് കിട്ടും. പിന്നെ രണ്ടാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കസ്റ്റമർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവർക്ക് നല്ല ഇൻഫർമേഷൻ ഉണ്ടാവും. പിന്നെ നമ്മൾ ആമസോണിൽ ചെയ്യുന്നവർക്ക്, അപ്പോൾ ഇവർക്ക് പിന്നെ ഓപ്പറേഷനിലുള്ള ആൾക്ക് ഇവർക്കൊക്കെ അവരുടേതായിട്ട് തന്നെ ഒരു ഐഡിയാസ് ഉണ്ടാവും. ഇപ്പം സൈസ് ചിലപ്പം കുറയ്ക്കണം, ഇപ്പോൾ നമുക്ക് ഷിപ്പിങ്ങിൽ നല്ല ലാഭം കിട്ടും, അല്ലെങ്കിൽ പാക്കേജിങ് ഇത് മാറ്റം വരും. അപ്പോൾ ഇവരുടെ തോട്ട്, അപ്പോൾ അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ഇറക്കാനാണ് ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇതിനൊക്കെ നിങ്ങളൊരു SOPs ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇപ്പോഴും ഇങ്ങനെ ചെയ്ത് പോവുകയാണ്? പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു സ്കോർ കാർഡ് പറഞ്ഞ സംഭവമുണ്ട്. ഇതാണ് നമ്മളുടെ ഒരു ഗോൾ വെക്കുക. അപ്പോൾ അത് ഒരാൾക്ക് ഒന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് 2-3 എണ്ണം ഉണ്ടാവും, കാരണം എല്ലാ സ്കോർ കാർഡിലും ഞാനുണ്ടാവും. ഇപ്പം മിഥിലാജ് പറഞ്ഞ ആളുണ്ട്, അപ്പോൾ അവൻ്റെ കൂടെ നമ്മൾ വെബ്സൈറ്റിൻ്റെ ഇരിക്കുക. അഫ്സലും ലിയാൻഡറിൻ്റെ കൂടെ നമ്മൾ പുതിയ പ്രൊഡക്റ്റ് ലോഞ്ചസിലിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ നമ്മൾ സ്പെസിഫിക്കലി, അപ്പോൾ ഇവരാണ് റെസ്പോൺസിബിൾ. അപ്പോൾ ഞാനത് ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ ഒരുമിച്ച് പ്ലാൻ ചെയ്യും പ്രശ്നങ്ങൾ വരുമ്പോൾ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. ഓക്കെ. അപ്പം
ഈ ഓൺ വെബ്സൈറ്റ് എപ്പോഴാണ് തുടങ്ങിയത്? ഏത് കൊല്ലമാണ് നമ്മൾ ആമസോണിൽ ലോഞ്ച് ചെയ്ത്? നമ്മളൊരു 2019 ജാൻ ആകുമ്പോൾ നമ്മൾ സെല് ചെയ്യാൻ തുടങ്ങി. ഓൺ വെബ്സൈറ്റിലേക്ക് എപ്പോഴാണ് എത്തിയത്? നമ്മൾ അപ്ലൈ വെബ്സൈറ്റ് നമ്മൾ എന്നെ ഫ്രണ്ടിനോടൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഫ്രീ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെയാണ്. ലോഗോ വെബ്സൈറ്റ് ഒക്കെ നോർമലി എപ്പോഴും ഫ്രീ. ലോഗോ ഒക്കെ ഇപ്പോഴും ഫ്രീ ആണ്. ഫസ്റ്റ് ഒരു ഫ്രണ്ടാണ് ചെയ്ത് തന്നത്. കറക്റ്റ്. എന്നിട്ട് കുറച്ച് സെയിൽ ഉണ്ടാക്കിയപ്പോൾ അവനൊരു ആമസോൺ ഗിഫ്റ്റ് കാർഡ് കൊടുത്തു. വെരി നൈസ്. അങ്ങനെയായിരുന്നു. എല്ലാവരും കഥകൾ അങ്ങനെ തന്നെയാണ്. ഓക്കെ. അപ്പം വെബ്സൈറ്റ് ജസ്റ്റ് അന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ലാസ്റ്റ് ഒരു 7 month ആയിട്ടേ ഉള്ളൂ നമ്മൾ ഷോപ്പിഫൈയിലേക്ക് മാറിയിട്ട്. അത് നമ്മൾ വൂകോമേഴ്സ് ആയിരുന്നു. പക്ഷെ അത് ഭയങ്കര ഹെഡേക്ക് ആയിരുന്നു. അത് സ്പീഡില്ല. നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ സെർവർ മാറ്റി എന്തൊക്കെ ചെയ്ത് നോക്കിയാലും ബുദ്ധിമുട്ട്. പിന്നെ നല്ലൊരു പ്ലഗിന് നല്ല എന്തെങ്കിലും ഫീച്ചർ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡെവലപ്പറിൻ്റെ അടുത്ത് പോകണം. അതൊരു ടൈം എടുക്കും. 1 week 2 week എടുക്കും. ബാക്ക് ആൻഡ് ഫോർത്ത് വരും. അപ്പം ഞങ്ങളൊരു വിഷമം ഉണ്ടായിരുന്നു വെബ്സൈറ്റിൽ കുറച്ച് സ്പെൻഡ് ആയല്ലോ എന്ന്. പക്ഷെ ഞാൻ പിന്നെ നോക്കിയില്ല. ഞാൻ വിചാരിച്ചു പോട്ടെ നമുക്ക് ഷോപ്പിഫൈ എടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇൻ ഹൗസ് ഉള്ള നമ്മൾ സാധാരണ ഞാൻ ചോദിക്കും ബേസിക്കലി ടെക്നിക്കൽ ഡെപ്റ്റ് ആയിട്ട് എഴുതി തള്ളി. അതെ, ഊക്കമേഴ്സ്. അതെ. അപ്പോൾ നമ്മൾ ഇൻ ഹൗസുള്ള ടീമോട് ചോദിച്ചു, മൃദുലാജൻ ചോദിച്ചു നിങ്ങൾക്ക് പോസിബിൾ ആണോ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ വീക്ക് ഒരു 3-4 ഡേയ്സിൽ അവൻ നമുക്ക് പ്രസന്റ് ചെയ്യും. നമ്മൾ സജഷൻസ് കൊടുക്കും. അവൻ പിന്നെ 3-4 ഡേയ്സ് അപ്പോൾ പക്ഷെ നല്ല ഒരു ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. പിന്നെ നമ്മൾ ടൂൾസ് ഞാൻ ട്വിറ്ററിലുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് ആൾക്കാരുടെ ചിലത് വർക്കൗട്ട് ആവും, അവരത് ഷെയർ ചെയ്യുമ്പോൾ നമ്മളത് യൂസ് ചെയ്യും. കറക്റ്റ്. അങ്ങനെ അപ്പോൾ അവിടുന്ന് സജഷൻസ് എടുക്കും. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റി. നമ്മളിപ്പോൾ 10 lakhs എത്തി ഷോപ്പിഫൈയിൽ. അപ്പോൾ ഷോപ്പിഫൈയിലേക്ക് നിങ്ങൾ ചേഞ്ച് ചെയ്തതിന് ശേഷം എന്തായിരുന്നു വൺ സ്കെയിലാണ് ഉണ്ടായത്. എനിക്ക് തോന്നുന്നു വെബ്സൈറ്റ് ഒക്കെ ആകുമ്പോൾ നമുക്കൊരു 1 lakh 1.5 എന്നായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളൊരു 3 lakhsലേക്ക് വന്നു. ആ ഫസ്റ്റ് ഡേ നമുക്ക് ഡിഫറൻസ് മനസ്സിലാക്കാം. കൺവേർഷൻ ഒറ്റയ്ക്ക് കൂടും. ഇത് ഞാൻ പലതരത്തിലും കേട്ടിട്ടുണ്ട്. കാരണം ഇതിപ്പം 200% കൂടി. അതെ അല്ല സെയിൽസ്. അതായത് 1 lakhൽ നിന്ന് 3 lakhs. അത് ഫസ്റ്റ് ഡേ മീൻസ് ആ ഡേ അല്ല, ആ മാസം തന്നെ. അപ്പൊ ഇപ്പൊ എത്ര നിങ്ങൾ ആ ഒരു കൺവേർഷൻ ചെയ്തിട്ട്? നമ്മളൊരു 6-7 മൈഗ്രേഷൻ 6 months ഒക്കെ. ബേസിക്കലി നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടി വെബ്സൈറ്റിലും സാധനം സെല് ചെയ്യാൻ പറ്റുന്നു. അതെ. അപ്പോൾ വെബ്സൈറ്റിൽ സെല് ചെയ്യുന്നതാണോ ആമസോണിൽ സെല് ചെയ്യുന്നതാണോ നിങ്ങൾക്ക് മോർ പ്രോഫിറ്റബിൾ വെബ്സൈറ്റ് ആണ്. പക്ഷെ വെബ്സൈറ്റിൻ്റെ എന്താ വെച്ചാൽ നമുക്കൊരു കറക്റ്റ് കിട്ടില്ല. എങ്ങനെയാണോ അന്ന് അവരുടെ ഫേസ്ബുക്കിന്റെ മൂഡ് എങ്ങനെയാണോ അതുപോലെ ആഡ്സ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. ആഡ്സ് ചെയ്യേണ്ട കുറച്ച് വരുന്നുണ്ട്. പക്ഷെ അതിനാണ് നമ്മൾ അത് കുറച്ച് ടൈം എടുക്കും ആഡ്സ് ചെയ്യേണ്ട. പിന്നെ ആമസോണിൽ വന്നവർ ചിലപ്പം വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കും, വെബ്സൈറ്റിൽ വന്നവർ ചിലപ്പോൾ ആമസോണിൽ പോകും. ശരിയാണ്. അങ്ങനെ. അപ്പോൾ ഇത് ഓക്കെ, കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ട്രസ്റ്റബിൾ ആയിട്ട് കിട്ടുക എന്നുള്ളതാണ്. ആമസോണിന് ആണോ പെട്ടെന്ന് ഷിപ്പ് ആവുക, നിങ്ങളെ സാധനമാണോ പെട്ടെന്ന് ഷിപ്പ് ആവുക? ആമസോണിൻ്റെ ആണ് ഇപ്പോൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ആമസോൺ ഫോക്കസ്ഡ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കറിയാം എങ്ങനെ ഒരു ആമസോണിൽ കസ്റ്റമർ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ആമസോണിൽ എങ്ങനെ വെച്ചാൽ നമുക്ക് 1 to 2 ഡേ ഡെലിവറി കസ്റ്റമേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അവർ ചിലപ്പോൾ ആദ്യം തന്നെ പോയി പ്രൈം നിൽക്കും. അതെ. അല്ലെങ്കിൽ അവർക്ക് പിന്നെ അത് മാത്രമല്ല അൽഗോരിതം എന്ത് ചെയ്യും, അടുത്തുള്ള പ്രൊഡക്ട്സിലേക്കും കാണിച്ചു കൊടുക്കുക. ഈവൻ ദോ ദാറ്റ് ഇസ് നോട്ട് ദി ബെസ്റ്റ് പ്രൊഡക്റ്റ്. കറക്റ്റ്. അപ്പോൾ അത് വേണം. അത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി. ആമസോൺ FBAന്റെ അടുത്ത് ഏത് വെയർ ഹൗസ്, ആ അടുത്തുള്ള വെയർ ഹൗസ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിനൊരു പ്രയോറിറ്റി കൊടുക്കും. നമ്മൾ അൽഗോരിതം മനസ്സിലാക്കണം. അൽഗോരിതം പ്രയോറിറ്റി കൊടുക്കുന്നത് ഒന്ന് പ്രൊഡക്റ്റിലും നോക്കും. പക്ഷെ ഒരു ഫാക്ടർ അറിയുന്നത് വെച്ചാൽ എത്രത്തോളം അടുത്താണ്. കറക്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു 7 സ്ഥലത്ത് 8 സ്ഥലത്ത് നമുക്ക് GST നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് ആമസോണിൻ്റെ വെയർ ഹൗസ് നമ്മൾ പ്രൊഡക്റ്റ് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അതിൽ തന്നെ നമ്മൾ അത് ആക്ച്വലി ഭയങ്കര നമ്മളെ ലിയൻഡറാണ് നോക്കുന്നത്. അപ്പോൾ അതെന്നെ ഭയങ്കര എഫക്റ്റീവാണ്. കാരണം നമുക്കത് വീക്കിലൊക്കെ നോക്കണം. കാരണം എന്താ വെച്ചാൽ ഒരു സ്റ്റേറ്റിൽ തന്നെ 4-5 വെയർ ഹൗസസ് ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അവിടെയൊക്കെ കീപ്പ് ചെയ്തിട്ട് ചിലപ്പോൾ ഓരോ സ്ഥലത്തായിരിക്കും. മനസ്സിലായി. പിന്നെ ചിലപ്പോൾ ഒരു സ്ഥലത്ത് ഔട്ട് ഓഫ്, ചിലപ്പോൾ നമ്മുടെ സെയിൽ പെട്ടെന്ന് കൂടും. അല്ലെങ്കിൽ നമുക്കൊരു ഫെസ്റ്റിവൽ വരുന്നുണ്ട്, അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് കൂടുതലായിരിക്കണം. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മുടെ സെയിലൊക്കെ ഭയങ്കര എഫക്റ്റ് ആവും. മനസ്സിലായി. കുറെ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അങ്ങനെ പഠിച്ചത്. അല്ല, ഇങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ അറിഞ്ഞിട്ട് ഒരു സാധനം തുടങ്ങാൻ പറ്റില്ലല്ലോ. ഈ മെറ്റതാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് കോഴിക്കോടിനാണ് ഷിപ്പ് ചെയ്യുന്നത്? അല്ല, നമ്മൾ കോഴിക്കോട് ഉള്ള വെയർ ഹൗസ് ആണ് നമ്മൾ ഷിപ്പ് ചെയ്യുന്നത്. ഓക്കെ. പക്ഷേ തേർഡ് പാർട്ടി വെയർ ഹൗസസ് ഇവിടെ ഒക്കെ അവൈലബിളും ആയിരിക്കില്ലേ നിങ്ങൾക്ക് ഷിപ്പിംഗ് ടൈം കൂട്ടാൻ വേണ്ടിയിട്ട്? ആണ്. ഷിപ്പിംഗ് ടൈം അതിന് പെട്ടെന്ന് എത്താം. അതായത് ബേസിക്കലി ഇപ്പോൾ ആമസോണിൽ യു ആർ ഗിവിങ് എ കമ്മീഷൻ. ഓക്കെ. അത് അഡീഷണൽ ആണ്. അതും കൂടി നിങ്ങൾക്ക് യു ക്യാൻ പുട്ട് ഇറ്റ് ഇൻ യുവർ കിറ്റി. അതെ, റൈറ്റ്. പക്ഷെ നിങ്ങൾ ഫേസ്ബുക്ക് ആഡ്സ് ചെയ്യുന്നുണ്ട്. സോ എന്തായാലും ഓർഗാനിക് മാർക്കറ്റിംഗിലേക്ക് എത്തണം. ഓക്കെ. എന്തായാലും കുറച്ച് ആൾക്കാർ പ്യൂരിഫിറ്റി ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് യുവർ സബ്സ്ക്രിപ്ഷൻ ബിസിനസ് ഇസ് എ ഹ്യൂജ് മോഡൽ. അതെ, സബ്സ്ക്രിപ്ഷൻ ബിസിനസ്സിലേക്ക് നിങ്ങൾ പോകുമ്പോൾ. അതെ. കാരണം ഇതിങ്ങനെ റീഫിൽ ചെയ്തുകൊണ്ട് ഇരിക്കണം അല്ലേ? ഇതെന്തായാലും നിങ്ങളെ ഒരു പ്രാവശ്യം ആമസോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ കസ്റ്റമറിന് ഓൾറെഡി ട്രസ്റ്റായി. പക്ഷേ ഇപ്പം കസ്റ്റമേഴ്സ് ഇപ്പോൾ ക്യുക്കമേഴ്സിൻ്റെ കാലമാണ്. എവരിബഡി നീഡ്സ് എവറിത്തിങ് ഇൻ 10 minutes, റൈറ്റ്? അതെ, അടുത്തതാണ്. ബ്ലിങ്കിറ്റിലേക്ക് നമ്മൾ ചെയ്തു.
ബ്ലിങ്കിറ്റിൽ ചെയ്തു ചെയ്തു വെരി നൈസ്. അതെവിടെ? ബാംഗ്ലൂരിൽ. അത് എങ്ങനെയാ വെച്ചാൽ ബ്ലിങ്കിറ്റിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 10-30 APOBs ആഡ് ചെയ്യണം നമ്മളുടെ അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ്. കാരണം നമുക്ക് എവിടെ നമ്മൾ പ്രൊഡക്റ്റ് സ്റ്റോക്ക് ചെയ്യണമെങ്കിലോ ആമസോണിന്റെ വെയർ ഹൗസ് ആണെങ്കിലോ അത് നമ്മളുടെ GST APOB ആയിട്ട് ആഡ് ചെയ്യണം. അഡീഷണൽ പ്ലേസ് അവിടെയാണ്, എന്നാലും മാത്രമേ നമുക്ക് അവിടെ സ്റ്റോക്ക് വെക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ബ്ലിങ്കിറ്റിൽ എങ്ങനെയാ വെച്ചാൽ മൈക്രോ വെയർ ഹൗസസ് അല്ലേ, അവർക്കൊരു 10-30 വെയർ ഹൗസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്തു. ഇനി നമ്മൾ പ്രൊഡക്ട്സ് അയക്കണം. അതിൽ തന്നെ നമ്മൾ ഇനി കുറച്ച് പ്രൊഡക്ട്സ് അയക്കുള്ളൂ. ഇനി ഇതിലടുത്ത് വരുന്നത് ഒപ്റ്റിമൈസേഷൻ ആണ്. അപ്പം ഞങ്ങൾ വിചാരിക്കുന്നത് വെച്ചാൽ ആമസോണിൽ നമ്മൾ പഠിച്ചതും അല്ലെങ്കിൽ ഇ-കോമേഴ്സ് നമ്മൾ പഠിച്ചതും അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഒരു വിശ്വാസം. സെയിൽസ് തുടങ്ങിയിട്ടില്ല. പക്ഷേ നിങ്ങൾ ബ്ലിങ്കിറ്റ് ആയിട്ട് ഓൾറെഡി PO വന്നോ? PO ഒക്കെ വന്നു. LPO വന്ന് ഇനി ഡിസ്പാച്ച് ചെയ്യണം. അവർക്ക് ഓൾറെഡി സെർച്ച് വോളിയം ഉണ്ടോ ഈ സാധനത്തിന്? ഉണ്ട്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തോ അവരും കൂടെ അപ്രോച്ച് ചെയ്തോ? നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തത്. നിങ്ങൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തു. പക്ഷേ സെർച്ച് വോളിയം ഒന്നും കിട്ടിയ ഡാറ്റ കിട്ടിയോ? അല്ല, നമുക്ക് അതില്ലെങ്കിൽ നമുക്ക് അറിയാലോ അടുത്തത്. നമ്മളൊരു ഇൻറ്റ്യൂഷൻ പറഞ്ഞ അടുത്ത ആമസോൺ ആണെങ്കിലും ക്യുക്കമേഴ്സിൽ ഇറങ്ങാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതും നമുക്ക് നല്ലതാണ്. നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. മനസ്സിലായി. ബിക്കോസ് കസ്റ്റമേഴ്സ് ആർ ദർ. അതാണ് വ്യത്യാസം. ഓക്കെ, നൈസ്. സോ 1 crore എത്തി നിൽക്കുന്നു. ഈ സെയിൽസ് കൂട്ടാൻ വാട്ട് യു സി? ഇന്ത്യയിൽ സെയിൽസ് കൂട്ടാൻ വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്ലാൻസ്? നമ്മളൊന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഓർഗാനിക്കിലേക്ക് ഇറങ്ങണം ബേസിക്കലി. അപ്പോൾ അതാണ് ആമസോൺ ആണെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ ബിഗ് അഡ്വാൻറ്റേജ് ആസ് വെൽ ആസ് ഡിസ്അഡ്വാൻറ്റേജ്. കാരണം ഒരു പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻ്റ്. അതെ. അപ്പോൾ നമുക്ക് ഓർഗാനിക് ആണ് ഒന്ന് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ റീറ്റെയിൽ മെല്ലെ നോക്കുന്നുണ്ട്. പിന്നെ പ്രൊഡക്റ്റ് പിന്നെ എന്താ വെച്ചാൽ ഈ ഓർഗാനിക് ആണ് നമുക്ക് എവർലാസ്റ്റിംഗ് ആയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഫോക്കസ് പറഞ്ഞ ബ്രാൻഡ് നെയിം അതൊന്ന് ബിൽഡ് ചെയ്തെടുക്കുകയാണ്. കറക്റ്റ്. ഓർഗാനിക്. അപ്പോൾ SEO നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ട് ആക്ച്വലി. ഇപ്പൊ നോക്കുമ്പോൾ തന്നെ നമ്മളുടെ പ്രൊഡക്ട്സ് ആയിരിക്കും ഒരു ആമസോൺ, ഫ്ലിപ്കാർട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ആയിരിക്കും വരിക. അതായത് എന്തായിരിക്കും നിങ്ങളെ മേജർ കീവേഡ്? എന്താ? ഷാ ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ ഹാർഡ് വാട്ടർ സൊല്യൂഷൻസ്. അപ്പോൾ അത് കാരണം എന്താ വെച്ചാൽ എൻ്റെ ക്ലോസ് ഫ്രണ്ട് SEO സ്പെഷ്യലിസ്റ്റ് ആണ് അർജുൻ മനോലി. അപ്പോൾ ചെറുപ്പം അപ്പോൾ ഞങ്ങളൊരു 4-5 കൊല്ലം മുമ്പ് ഞാൻ അതിങ്ങനെ ചെയ്യിപ്പിക്കായിരുന്നു. ഓക്കെ. അപ്പം അന്നേ ചെയ്തതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് റാങ്കിങ് ഉണ്ട്. പക്ഷെ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അത് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഇപ്പം എത്ര സെയിൽ വരുന്നുണ്ട് സ്വന്തം വെബ്സൈറ്റ്? 10 lakhs വരും. 10 lakhs. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് വർക്കിംഗ്. അതെ. കാരണം വെബ്സൈറ്റിന്റെ ടെക്നിക്കൽ ഇഷ്യൂസ് നിങ്ങൾ സോൾവ് ചെയ്തു. അതെ. ഓക്കെ. ഇനി കുറച്ച് കൺവേർഷൻ റേറ്റ് ഒപ്റ്റിമൈസേഷൻ ചെയ്താൽ CR ആക്ടിവിറ്റീസ് ചെയ്താൽ മതി. അതെ. പിന്നെ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് വഴി നോക്കണം. അവരുടെ ലാംഗ്വേജസിൽ പോകണം. കന്നഡ, ഹിന്ദി, തമിഴ്. അതായത് കണ്ടന്റിലേക്ക് ഇപ്പം ഇറങ്ങാൻ പോവുകയാണ്. അതെ അല്ലേ? സോ കണ്ടന്റിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പം എന്താണ് തോന്നുന്നു? ഇപ്പം നിങ്ങൾ ക്യുക്കമേഴ്സ് യു ആർ ഓൾറെഡി അവെയർ ദാറ്റ് നമ്മളിത് ചെയ്തേ പറ്റുള്ളൂ എന്ന്. അതേപോലെ യു വിൽ ഓൾറെഡി ബി അവെയർ ഓൺ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ കണ്ടന്റ്. സോ വാട്ട് ഡു യു സീ? നമ്മൾ കാണുന്നത് വെച്ചാൽ നമ്മൾ ഇന്നോസ് ഒരു ടീം വേണം എന്തായാലും. കറക്റ്റ്. അപ്പം ഞാനോ അല്ലെങ്കിൽ എൻ്റെ ടീം മെമ്പേഴ്സ് എന്തായാലും നമ്മൾ പ്രൊഡക്റ്റ് എഡ്യൂക്കേറ്റ് ചെയ്യണം കസ്റ്റമേഴ്സിനെ. കറക്റ്റ്. അതാണ് നമ്മൾ ഒന്ന് കാണുന്നത്. പിന്നെ കാണുന്നത് എന്താ വെച്ചാൽ നമുക്ക് അപ്പം ഇതിൻ്റെ ടീം പറഞ്ഞതാണ് ഓരോ ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള ആ സമയത്തുള്ള വീഡിയോസും കൂടി നമ്മൾ നോക്കണം. ഞാൻ എങ്ങനെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്ത ആളാണ്. അപ്പം അത് അവർ തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. മനസ്സിലായി. നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ. ഇപ്പം നിങ്ങൾക്ക് ഇല്ല പ്രൊഡക്റ്റ് ഈസ് ദിസ് പേറ്റന്റ് ഉണ്ടോ? ഇപ്പം ഇല്ല. നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിൽ നമ്മളൊന്ന് ഡിസൈൻ ചെയ്യാനും മാനുഫാക്ചറിങ് പ്ലാൻ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ല, പേറ്റന്റ് കിട്ടണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യണോ? വേണ്ട. നമുക്ക് 2 രീതിയിലുള്ള പാറ്റേൺ നമ്മൾ മനസ്സിലാക്കി. ഡിസൈൻ പാറ്റേൺ, യൂട്ടിലിറ്റി പാറ്റേൺ. ഡിസൈൻ പാറ്റേൺ പറഞ്ഞാൽ നമ്മളൊരു 3Dയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മളുടെ പ്രോസസ്സ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അത് മാക്സിമം 30 പീപ്പിൾ കാണുന്നതിന് മുമ്പേ നമ്മൾ അത് അപ്ലൈ ചെയ്യണം. അതാണ് ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിന് മുമ്പേ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണം. 30 പീപ്പിൾ എന്ത്? ഈ ഡിസൈൻ കാണുന്നതിന് മുമ്പേ നമ്മൾ ഡിസൈൻ പാറ്റേൺ ആണ് കൊടുക്കുന്നതെങ്കിൽ. നിങ്ങൾ ഡിസൈൻ പാറ്റേൺ ആണോ കൊടുക്കാൻ? നമ്മൾ ഡിസൈൻ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് യൂട്ടിലിറ്റി ഓൾറെഡി സോൾഡ് ആണ്. പാറ്റേൺ ഓൾറെഡി പലരും എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ യൂട്ടിലിറ്റി പാറ്റേൺ ഉണ്ടായതുകൊണ്ട് നിങ്ങൾ യു ഹാവ് ടു പേ സമൺ എൽസ്? അല്ല, ഇതിന് യൂട്ടിലിറ്റി പാറ്റേൺ ആയിട്ട് എടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഒരു 10 years ഒക്കെ ഉണ്ടാവുള്ളൂ കിട്ടുന്നത്. അതൊക്കെ കഴിഞ്ഞു. കാരണം വ്യൂവേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മനസ്സിലായി. ഇത് കുറേ കാലമായി. ഓക്കെ. സോ ഓക്കെ. ഇനി യു ഹാവ് ഇനഫ് ഇൻവെൻട്രി. പെട്ടെന്ന് സെയിൽ കൂട്ടാനുള്ള മാർഗ്ഗങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ടോ? നമ്മൾ ഇല്ല. എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് ട്രൈ ചെയ്ത് നോക്കും. ഒന്നും നമുക്ക് 100% ഷുവറിറ്റി ഇല്ല. ഞാൻ പറഞ്ഞ ഒരു കണ്ടന്റ് ഷോർട്സ് വെച്ചിട്ട് നമ്മൾ നോക്കും. പിന്നെ ആഡ്സ് നോക്കും. ഈ ആഡ്സ് തന്നെ ഒരു ക്രിയേറ്റീവ് വലിയൊരു പാർട്ടാണ്. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ക്രിയേറ്റീവ്സ് ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പാർട്ട്മെന്റ്സ്, ഓഫ്ലൈൻ ചാനൽസ് ആണ്. ഇതൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ഇനി അടുത്തെന്താ വെച്ചാൽ നമുക്ക് പുതിയ പ്രൊഡക്റ്റ് ലോഞ്ചസ്. കാരണം ആമസോണിലെ
ആമസോണിൽ ഒരു ഗ്രോത്ത് ഉണ്ട്, ഇയർ ഓൺ ഇയർ ഈ കാറ്റഗറി വരില്ലാന്നുണ്ട്. അപ്പോൾ നമ്മുടെ എയിം എന്താ വെച്ചാൽ കസ്റ്റമർ ആമസോണിൽ വരുന്ന കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കി വെക്കുക, ഇതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക. ആഡ്സ്, പിന്നെ ആമസോണിൽ ആഡ്സ് ഉണ്ട്, പക്ഷേ അത് നമ്മളൊരു ലിമിറ്റ് എത്തി. തുടങ്ങുന്ന യൂസ് ചെയ്യാത്ത ഒരാൾക്കാണ് അത് യൂസ് ചെയ്തിട്ടൊരു 30-40% ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആമസോൺ ആഡ്സ് നമ്മുടെ സ്പെഷ്യലി ഫോക്കസ്ഡ് ആണ്. അപ്പോൾ അതും അതിൻ്റെ ലിമിറ്റ് എനിക്ക് തോന്നുന്നു ഇനി കാറ്റഗറി വലുതാകുന്നതനുസരിച്ച് നമുക്ക് വലുതാകും. പിന്നെ അടുത്തുള്ള കണ്ടന്റ് നമ്മളെ ഈ എഡ്യൂക്കേഷൻ ആണ്, കൂടുതൽ ആൾക്കാരിലേക്ക് ഇങ്ങനെ ഒരു സാധനം എത്തിക്കുക എന്നില്ല. അതെ, അതൊരു ഷോർട്ട് ടൈം എനിക്ക് ഉറപ്പില്ല. പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യണം, അപ്പം ഒരു ഗ്രോത്ത് വരും. പിന്നെ ഉള്ളത് വെച്ചാൽ നമ്മുടെ ഷോപ്പിഫൈ വെബ്സൈറ്റിൽ അത് ആഡും കണ്ടന്റ് ഓർഗാനിക് 2 വഴിയാണ് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായി. ഓക്കെ, ഇതിൻ്റെ അത് എനിക്ക് വേറൊരു ചോദ്യം ഉള്ളത്, ഈ കസ്റ്റമർക്ക് ഫോർ എക്സാമ്പിൾ ഇതൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സാധനം, ഹാർഡ് വാട്ടർ സോൾവ് ചെയ്യാൻ കസ്റ്റമർക്ക് എങ്ങനെയാണ് മനസ്സിലായത് സോൾവ് ആയോ സോൾവ് ആയില്ല എന്നുള്ളത്? നമ്മൾ അതിന് പറയുന്നത് വെച്ചാൽ ലൈം സ്കെയിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പ്രൊഡക്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളപ്പൊടി ഉണ്ടല്ലോ, അപ്പോൾ ആ ലൈം സ്കെയിൽ ഫോർമേഷൻ കുറയും നമ്മുടെ ബാത്റൂമിലെല്ലാം. ഓക്കെ, ഒന്നത്. പിന്നെ രണ്ടാമത് വെച്ചാൽ അവർക്കൊരു ഫീല് വരും, നമ്മൾ ചോദിക്കും എങ്ങനെയുണ്ട്, അപ്പോൾ ആ ഡിഫറൻസ് ഫീൽ ചെയ്യാം. ഹൈലി ഭയങ്കര മുടിയിലൊക്കെ ഒരു പിടിക്കുന്ന ഇതുണ്ടോ. പിന്നെ സോപ്പ് പതയാവില്ല ഭയങ്കര ഹാർഡ് വാട്ടർ ആണെങ്കിൽ. ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു സോപ്പ് ഒരു പത വരും. പിന്നെ രണ്ടാമത് എന്താ വെച്ചാൽ നമ്മളിപ്പം ഇവിടെ ഇപ്പം കോഴിക്കോട് ബാംഗ്ലൂരിലൊക്കെ നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ക്ലോറിൻ ടെസ്റ്റാണ് ചെയ്യുന്നത്. അതാണ് കുറച്ചും കൂടി നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പം കാരണം നമ്മൾ ക്ലോറിനും നമ്മൾ സോൾവ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ ആഫ്റ്റർ ആൻഡ് ബിഫോർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു റിപ്പോർട്ട് ചെയ്തു, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആമസോണിൽ നോക്കും ഏറ്റവും കൂടുതലുള്ള പർച്ചേസ് ഉള്ള സിറ്റീസ് അല്ലെങ്കിൽ ആ പിൻകോഡ്സിൽ പോയിട്ട് അവിടുത്തെ ലാബിൽ നമ്മളൊരു ടെസ്റ്റ് ചെയ്യും. മനസ്സിലായി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അടുത്തൊരു ക്രെഡിബിലിറ്റി ആയിട്ട് നമ്മൾ കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസേഴ്സ് വഴി നല്ലോണം മാർക്കറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ മനസ്സിലാക്കണോടത്തോളം ആൾക്കാർ അവെയർ അല്ല ഇങ്ങനെ ഒരു പ്രോബ്ലം അല്ല. അതെ അതെ. അപ്പോൾ ആ അവയർനെസ്സും കൂടി വന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് യു ക്യാൻ സ്കെയിൽ. ഇത് വലിയൊരു മാർക്കറ്റാണ്. അപ്പം നമ്മൾ അതിലേക്കാണ് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളും നമ്മളൊരു കസ്റ്റമർ പെർസ്പെക്റ്റീവ് ഈ ക്വസ്റ്റ്യനൊക്കെ കസ്റ്റമേഴ്സ് തന്നെ ചോദിക്കുന്നതാണ്. അതെ, എന്താണ് അപ്പം നമുക്ക് നമ്മളിങ്ങനെ ആലോചിക്കും ഈ കസ്റ്റമർ ഇപ്പോൾ ആ സാധനങ്ങൾ കണ്ടന്റ് ആക്കിയാൽ മതി. അതെ, കറക്റ്റ്. അതൊരു ഇൻഫ്ലുവൻസർ വെച്ച് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് മോർ കറക്റ്റ് ഇൻഫ്ലുവൻസർ ടാപ്പ് ചെയ്താൽ മതി. ആ ഏരിയയിൽ ആ റീജിയണൽ ഇൻഫ്ലുവൻസർ യു ഓൾറെഡി നോ എവിടെയാണ് അത് സെല്ലാണ്. അവരുടെ ലാബ് അവിടെ അടുത്തുള്ള ലാബിൽ തന്നെ എടുത്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. ലൈക്ക് ആ സിറ്റിയിലുള്ള ലാബ് തന്നെ. ഓക്കെ, ഇനി കുറച്ചും കൂടി പേഴ്സണൽ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ യോഗ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. ഓക്കെ, യോഗ ഇപ്പോൾ ഒരു 5 yearsന് അടുത്തായി ചെയ്യുന്ന. വെരി നൈസ്. മെഡിറ്റേഷൻ പറഞ്ഞ റേ ഡാലിയോ പറഞ്ഞ ഒരാളുണ്ട്, റേ ഡാലിയോ. അപ്പം ഞാൻ അവരുടെ ബുക്ക് പ്രിൻസിപ്പിൾസ് പറഞ്ഞ ബുക്ക് വായിക്കാറുണ്ട്. ആൾ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഹെഡ്ജ് ഫണ്ട് മാനേജ് ചെയ്യുന്നത് അവരാണ്. അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഫുൾ സ്ട്രെസ്സും ഇതൊക്കെ മാറുമ്പം അവരെ കാമായി തിങ്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഒരു ട്രാൻസെൻഡന്റൽ മെഡിറ്റേഷനാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ആ ആൾ പറയുന്നത് കേട്ടിട്ടാണ് ഈ മെഡിറ്റേഷൻ ആയിട്ട് നോക്കിയത്. അപ്പോൾ നമ്മളെ ഇന്ത്യയിൽ തന്നെ ഉണ്ട് അത്. അങ്ങനെ പോയി പഠിച്ചു. അവർ 20 minutes രാവിലെ 20 minutes വൈകുന്നേരം ചെയ്യും. വെരി നൈസ്. യോഗ എത്ര നേരം ചെയ്യപ്പോൾ? യോഗ ഒരു 30-40 minutes 30-40 minutes ചെയ്യും. വെരി നൈസ്. അപ്പോൾ അത് ആ മെഡിറ്റേഷൻ ഏരിയ ഒന്നും കൂടി എനിക്കൊന്ന് അനലൈസ് ചെയ്യാം. അത് ചെയ്യുന്ന കുറേ പേരുണ്ട് ആക്ച്വലി. നമ്മളുടെ ഹ്യൂഗ് ജാക്ക്മാൻ, നമ്മുടെ ഒരുവിധം സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യുന്ന വോൾവറിൻ. അതെ അതെ, റൈറ്റ്. ഹ്യൂഗ് ജാക്ക്മാൻ ഇവരെ മോട്ടിവേറ്റ് ചെയ്യും. നമുക്കൊരു നമ്മൾ കാരണം ഇപ്പം അയാൾ എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കാംനെസ് വേണം അവർക്ക് തിങ്ക് ചെയ്യാൻ വേണ്ടി. കറക്റ്റ്. അപ്പം ദിസ് ബ്രിങ്സ് ഇൻ സം ലെവൽ ഓഫ് സെറനിറ്റി, കാംനെസ്. ഹൗ ഓൾഡ് ആർ യു നൗ? 31. ഓക്കെ. അപ്പം ഫാമിലി തുടങ്ങാൻ പോവാണ്. കഴിഞ്ഞ ആഴ്ച എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. അതെ അല്ലേ? ഓക്കെ. സോ വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ വെൽത്ത്? സമ്പത്തിനെ കുറിച്ച് എന്താണ് നിങ്ങൾ ഇപ്പം ആർ യു എന്താ പറയുക വെൽ ഓഫ് നൗ, ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആണോ? ഈ ഫൗണ്ടേഴ്സിൻ്റെ എപ്പോഴും പ്രശ്നം വി ആർ നോട്ട് ഫൈനാൻഷ്യലി സ്റ്റേബിൾ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. സോ ഹൗ ഇസ് ദാറ്റ് ഫോർ യു നൗ? അല്ല, ഇപ്പോഴും റിസ്ക്കിലാണുള്ളത്. ലൈക്ക് പക്ഷേ നമ്മൾ എക്സ്പെൻസസ് വളരെ കുറവാണ്. അപ്പം എനിക്ക് പെട്ടെന്നൊരു സാധനം വാങ്ങിക്കണം അങ്ങനെ അതൊരു ആഗ്രഹം ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലാണ്ട് ആഗ്രഹമുള്ളൊരു മോശം എന്നല്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. പിന്നെ വെൽത്ത് ആണെങ്കിൽ കൂടി തന്നെ ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഹെൽത്ത് വേണം. അപ്പം ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് നമുക്ക് ഹെൽത്തിലാണ്. അപ്പം ഞാൻ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. കാരണം ബാക്കിയുള്ള എക്സ്പെൻസ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും എവിടെയാണ് എന്താ വരികയാണ്, എത്രയെന്ന് പറയാം, ഇത് എന്താണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പം ഭാവിയിൽ ഫാമിലി ആണെങ്കിൽ കൂടി തന്നെ നല്ല ഹെൽത്ത് ഇൻഷുറൻസ്, ഒരു ലൈഫ് ഇൻഷുറൻസ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇതുണ്ടെങ്കിൽ സെറ്റാണ്. ഈ 2 കാര്യങ്ങളിൽ അറ്റ്ലീസ്റ്റ് ഇത് കൊടുക്കാനുള്ള ഒരു കുറച്ച് കാലത്തേക്കുള്ള പൈസ മാറ്റി വെക്കണം. ബാക്കിയെല്ലാം എൻ്റെ ഒരു വിശ്വാസത്തിൽ ഇപ്പം ഇതെല്ലാം ഇല്ലാണ്ട് നമുക്ക് വർക്ക് ചെയ്ത് പിന്നെയും ചെയ്യാനുള്ളതേ ഉള്ളൂ. ഹെൽത്ത് ഉണ്ടെങ്കിൽ ബാക്കിയൊക്കെ അച്ചീവ് ചെയ്യാൻ. അതെ. ഓക്കെ. കുടുംബം
കുടുംബത്തെ എങ്ങനെയാണ് റിലേഷൻഷിപ്സും കാര്യങ്ങളൊക്കെ? എല്ലാവരായിട്ടും ഒരു ഫൺ റിലേഷൻഷിപ്പാണ്. അച്ഛനായിരുന്നു കുറെ കാര്യങ്ങൾ സംസാരിക്കാറ്. ഇപ്പം ബിസിനസ്സിലെല്ലാം ഡൗട്ടൊക്കെ ചോദിക്കുന്ന അച്ഛൻ്റെ അടുത്താണ്. അച്ഛൻ ബിസിനസ്സുകാരനാണോ? അച്ഛൻ മരമില്ലായിരുന്നു. അപ്പം പുതിയ ഉള്ള മരമില്ലായിരുന്നു. അപ്പം പക്ഷെ അച്ഛൻ ഇപ്പം ഇല്ല. അപ്പം ആ സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ മിക്ക കാര്യങ്ങളും ഞാൻ ഡിസ്കസ് ചെയ്യാൻ അച്ഛനായിട്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് തോന്നുന്നു കുറച്ച് കുഴപ്പമില്ലാണ്ടായപ്പോൾ തന്നെ അച്ഛന് കുറി പിടിച്ച് കടത്തി. അവർക്ക് അതെല്ലാം അറിയുള്ളൂ. ഒരു കുറി അങ്ങനെ ചേർന്നു ഇങ്ങനെയൊക്കെ മോനെ സേവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒരു 10,000 ഒരു 8,000 കൊടുക്കണം, 10,000 ഒരു കുറിയായിരുന്നു. അപ്പം അങ്ങനെ ഫസ്റ്റ് കുറിയിൽ കയറി. പിന്നെ എനിക്ക് വെൽത്ത് പറയുമ്പം അങ്ങനെ ഒരു ആഗ്രഹങ്ങളായിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ലക്കിയാണ്. വളരെ എന്താ പറയുക, ലീൻ ലൈഫാണ്, ലീൻ ടീമാണ്. അതെ, കാരണം എന്താ വെച്ചാൽ അപ്പോഴേ നമുക്ക് ഒരു കൺട്രോൾ പോലെ എനിക്ക് തോന്നാറുള്ളൂ. കറക്റ്റ്, ശരിയാണ്. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതൊക്കെ എക്സ്പെൻസ് കുറവല്ലേ. അതെ, അപ്പോൾ ഇപ്പം ഒരു സമയത്ത് നമ്മളെ സെയിൽ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് കുത്തനെ വീണിട്ടുണ്ടായിരുന്നു. അപ്പം അതെന്തോ ആമസോണിന്റെ ഒരു അൽഗോരിതത്തെ പറ്റിയൊരു കുഴപ്പമായിരുന്നു. നമ്മളത് കുറേ റീച്ച് ഔട്ട് ചെയ്യാൻ നോക്കി, നമ്മളെ ഫസ്റ്റ് പേജിൽ നിന്ന് പോയി. അപ്പം നമ്മളെ ഇഷ്ടം പോലെ സ്റ്റോക്ക്, ആ സമയത്താണ് കഷ്ടകാലത്തിനാണെങ്കിൽ അമ്മൻ്റെ സ്വർണം വെച്ചിട്ടായിരുന്നു നമ്മൾ കൊലാട്രൽ വെച്ചിട്ടായിരുന്നു എടുത്തത് ആ ഒരു ഷോർട്ട് പീരീഡിലേക്ക്. അപ്പം ബുദ്ധിമുട്ടായി. പക്ഷെ അന്നാ മനസ്സിലാക്കിയത് ടീം കുറവായതുകൊണ്ട് ഏറ്റവും നമ്മൾ എക്സ്പെൻസ് ആയിരുന്നു. നമ്മൾ ഓഫീസൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ എക്സ്പെൻസ് ഇല്ല, ശമ്പളം കൊടുക്കുന്ന ഒരു എക്സ്പെൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് അന്ന് ഷോർട്ട് ആയതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മനസ്സിലായി. ആസ് എ ഫൗണ്ടർ എപ്പോഴാണ് ശമ്പളം എടുക്കാൻ തുടങ്ങിയത്? അത് വളരെ ലേറ്റായിട്ട് എടുക്കാൻ തുടങ്ങിയത്. എത്ര കൊല്ലം കഴിഞ്ഞു? ഇപ്പം ഒരു 2 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട്, ഈസിലി 2 കൊല്ലം, 2-2.5. കാരണം എടുക്കാറില്ല, എന്തെങ്കിലും ആവശ്യം വരുമ്പം ജസ്റ്റ് ആ കാശ് നമ്മൾ എടുക്കും. ആ ചെലവ് നടന്നു പോകും. പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് എപ്പോഴും ചെലവ് ഭക്ഷണത്തിനാണ്. കറക്റ്റ്. അപ്പം അത് അത്ര വലിയ എക്സ്പെൻസീവ് അല്ല. പിന്നെ വീട്ടിലാണ് താമസിക്കുന്നത്. കല്യാണം കഴിച്ചിട്ടില്ല, ഞങ്ങൾ കഴിക്കാൻ പോകണം, ഇനി വരാൻ കിടക്കണേ ഉള്ളൂ. റൈറ്റ്. അപ്പോൾ 2 കൊല്ലം. ഇപ്പം ആർ യു ടേക്കിംഗ് എ കംഫർട്ടബിൾ സാലറി? ഇപ്പോഴാണ് എടുക്കുന്നുണ്ട്. പക്ഷെ എടുത്തു കഴിഞ്ഞാലും അത് മിക്കവാറും ഒന്നെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് പോകും. അപ്പം അതിലേക്കാണ് മിക്കവാറും, ബിക്കോസ് യുവർ എക്സ്പെൻസസ് ആർ സ്റ്റിൽ വെരി ലോ. അതെ, ഭക്ഷണത്തിന് മാത്രമേ ഉള്ളൂ, ഹോട്ടലിൽ പോകാനേ ചിലവഴിക്കുള്ളൂ. അതെ, കോഴിക്കോട്ടുകാരല്ലെങ്കിലും നല്ല എന്താ പറയുക, ഭക്ഷണ കൊതിയന്മാരാന്ന് പറയാം. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കഴിക്കാണ്ടിരിക്കാനും പറ്റൂല. അതെ, ഓരോ സമയം ഓരോ വീഡിയോസ് അല്ലേ വരുന്നത്. കറക്റ്റ്. അടിപൊളി ഹോട്ടല്. ഈ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്താൽ വേറൊരു പ്രശ്നമാണ്. അതെ, എല്ലാവരും അയച്ചു വരും നമുക്ക് വീഡിയോസ്. പിന്നെ എല്ലാം നല്ല ഫുഡും ഇരിക്കും. അതെ, വെരി നൈസ്. ഇൻട്രസ്റ്റിംഗ് സാധനം നിങ്ങൾ പറഞ്ഞിരുന്നു, യു ആർ ഡെവലപ്പിംഗ് ആൻ ആപ്പ് ഫോർ യുവർ കസ്റ്റമേഴ്സ്. അതെ, റെപ്ലിറ്റ് വെച്ചിട്ട്. അതെ, നമ്മൾ കർസറൊക്കെ നമുക്ക് അറിയാം, അതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? റെപ്ലിറ്റ് പറഞ്ഞാൽ ഒരു ഓൺലൈൻ ഐഡിലായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റ്സ് എ ബിഗ് കമ്പനി, നമ്മൾ കേട്ടിട്ടില്ലെങ്കിലും ഭയങ്കര ഫേമസ് കമ്പനിയാണ് US-ലൊക്കെ. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ നമുക്ക് പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ കുറച്ചും കൂടി, ടെക്നിക്കൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ കുറച്ചും കൂടി ഈസിയാണ്. നമുക്ക് നമ്മളെ റിക്വയർമെൻറ്റ് അയച്ചു കൊടുത്താൽ നമുക്ക് ഡിപ്ലോയ്മെൻറ്റ് വരെ അതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ആപ്പ് നമ്മൾ കുറച്ച് ആക്ച്വലി ഇന്നോസ് കുറച്ച് ആപ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇപ്പോൾ നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി, ആരെയും നെഗറ്റിവിറ്റി അവരെ റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ ഇന്നോസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളൊരു ആപ്പ് ചെയ്യുന്നുണ്ട്, നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പുറത്തു വരാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഓക്കെ. അത് ബേസിക്കലി നിങ്ങൾക്ക് ചുമ്മാ പ്രോംപ്റ്റ് കൊടുത്താൽ മതി. പക്ഷേ ഇപ്പോഴുള്ള ഏതൊരു അസോസിയേറ്റഡ് ഒരു കേഴ്സർ ആണെങ്കിൽ കൂടി തന്നെ ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എത്തിയിട്ടില്ല. അപ്പം ഒന്നെങ്കിൽ നമുക്കൊരു കുറച്ച് നോളേജ് ഉണ്ടെങ്കിൽ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ അവസാനത്തെ ഒരു പാർട്ട് നമുക്ക് ഏതെങ്കിലും ഡെവലപ്പറിന് കൊടുക്കാനും പറ്റും. ഓക്കെ. അപ്പോൾ എന്താണ് നിങ്ങൾ ആപ്പ് ഉണ്ടാക്കണത്? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? എന്താണ്? വൈ ഡു യു വാണ്ട് ആൻ ആപ്പ് ഫോർ യുവർ ബിസിനസ്? ആപ്പ് പറഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് ആപ്പാണ്. മേ ബി കുഡ് യു എക്സ്പ്ലെയിൻ ദാറ്റ്? അത് എന്ന് വെച്ചാൽ നമ്മൾ ഇത് റിലേറ്റഡ് തന്നെ ഒരു ആപ്പാണ്. അവരെ ഹെയറിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയുള്ള രീതിയിലുള്ളൊരു ആപ്പ്. നമ്മൾ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ നമ്മൾ ആ പ്രോബ്ലത്തെ ചുറ്റുപറ്റിയുള്ളൊരിതാണ്. നമ്മൾ കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം 2 കാരണങ്ങളാണ്. ഒന്ന് പറഞ്ഞാൽ എക്സ്ട്രാ വാല്യൂ കൊടുക്കണം കസ്റ്റമേഴ്സിന്. അതാണ് മെയിനിലൊരു ഫാക്ടർ. നമ്മൾ എപ്പോഴും ചിന്തിക്കുക എന്ത് വാല്യൂ നമുക്ക് എക്സ്ട്രാ കൊടുക്കാൻ പറ്റും. ഒന്നത്. രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ടെക്നിക്കൽ ഫീൽഡ് ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ ഇതിന് ഫൗണ്ടേഷണൽ മോഡൽ, ഇപ്പോൾ നമ്മളിപ്പോൾ റെപ്ലിറ്റിൽ യൂസ് ചെയ്യാൻ അണ്ടർലൈൻ മോഡൽസ് ഉണ്ടാവും. ഒന്നെങ്കിൽ അത് നമുക്ക് ഓപ്പൺ AI മോഡൽ യൂസ് ചെയ്യാം, ആന്ത്രോപിക് മോഡൽ യൂസ് ചെയ്യാം. ഈ മോഡൽ എന്തായാലും വളരെ നന്നാവും. ഓക്കെ, ഇത് നന്നാകുന്നതനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ഫൈനൽ ഓഫറിങ് നന്നാവും. നമ്മളിത് റാപ്പർ പോലെ യൂസ് ചെയ്യാണ്. പക്ഷേ ഈ മോഡൽ എന്തായാലും നന്നാവും ചെയ്യും. ഓക്കെ, അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഇതൊരു എക്സ്പെൻസീവ് ആണ്, നമുക്കൊരു ഓപ്പൺ സോഴ്സ് മോഡലിലേക്ക് പോകാം, ലാമയിലേക്ക് പോകാം. കറക്റ്റ്. പക്ഷേ ഈ മോഡലൊക്കെ വളരെ നന്നാവും. ഒരു 1 ഇയറിലൊക്കെ ഒരു 2x 3x ഇനിയും നന്നാവും. ഡെഫിനറ്റ്ലി. അപ്പോൾ അതേ രീതിയിൽ തന്നെ നമ്മളുടെ ഓഫറിങ്ങും നന്നാവും.
ഈ രീതിയിൽ നമുക്കൊരിക്കലും ഒരു പ്രൊഡക്റ്റിന് അത്രയും വാല്യൂ നമുക്ക് ഇത്രയും എക്സൽ ചെയ്യാൻ പറ്റില്ല ഷോർട്ട് പീരീഡിൽ. കറക്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളത് കൊണ്ടും കൂടി ആയിരിക്കും നമുക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഓക്കെ, നാളെ ചിലപ്പോൾ ഇത് ഒരു ആപ്പായി ഇതിൻ്റെ ഹെയർ ടെക്സ്ചർ ചെക്ക് ചെയ്യാനുള്ള ഒരു ആപ്പ്, അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നിങ്ങളെ പ്രൊഡക്റ്റ് വെക്കുന്ന ഒരു ആപ്പായി മാറാം. കഴിയുന്നതും നമുക്ക് എന്താ വെച്ചാൽ കസ്റ്റമറിനെ പുഷ് ചെയ്യാത്തുള്ള രീതിയിൽ അവരെന്നെ കണ്ടുപിടിച്ചോട്ടെ. കറക്റ്റ്. അതായത് കാരണം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്തൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെല്ല് ചെയ്യാൻ പുഷ് ആയി പോകും. ഇതിൽ ആദ്യം നമ്മളൊരു തിങ്കിങ് എന്താ വെച്ചാൽ അവർക്കത് യൂസ്ഫുൾ ആവണം. അപ്പോൾ അതിന് നമുക്കിപ്പം ഓൾറെഡി കസ്റ്റമേഴ്സ് ഉണ്ട്, നമുക്ക് അവരെ അറിയാം. അപ്പോൾ അവരോട് നമ്മൾ യൂസ് ചെയ്യാൻ പറയും, അവരുടെ ഫീഡ്ബാക്ക് എടുക്കും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് വിചാരിക്കുന്നത്. പ്ലസ് നിങ്ങളെ ഇതിൻ്റെ റിവ്യൂ എടുക്കാനും നല്ല സുഖമാണ്. കാരണം ഇത് യൂസ് ബിഫോർ നിങ്ങളെ ഹെയർ ആയിരുന്നു, ആഫ്റ്റർ നിങ്ങളെ ഹെയർ ഇങ്ങനെയാണ്. അതെ. സോ യു ക്യാൻ ആക്ച്വലി ഡു ദാറ്റ് ഇൻ യുവർ ആപ്പ് ഇറ്റ്സെൽഫ്. അതെ, അടിപൊളി. ഭയങ്കര ഇന്നോവേറ്റീവ് സാധനം കേട്ടോ നിങ്ങൾ ചെയ്യുന്നത്. വെരി നൈസ്. നിങ്ങൾ നല്ലൊരു പ്രോബ്ലം കണ്ടുപിടിച്ചു, അതിൻ്റെ മുകളിലൊരു സൊല്യൂഷൻ. അല്ല, ഭാഗ്യം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ലക്ക് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. യു ആർ ഇൻ ദ റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസസ്, റൈറ്റ് പീപ്പിൾ, ഇതൊക്കെ ഒത്തു വന്നപ്പം ലക്കും നിങ്ങളെ ഫേവർ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, സോ നിങ്ങൾ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് നിങ്ങൾ പ്രോബ്ലം കറക്റ്റ് കണ്ടുപിടിച്ചു, അതിന് കറക്റ്റ് സൊല്യൂഷൻ ഉണ്ടാക്കി, ആ സൊല്യൂഷൻ ഓട്ടോമാറ്റിക്കലി സെല്ലായി ബിക്കോസ് യു ഐഡൻറ്റിഫൈഡ് ദ റൈറ്റ് പ്രോബ്ലം. അതാണ് ഇതിൻ്റെ അകത്തിൽ ഏറ്റവും വലിയ ലേണിംഗ് എനിക്കുള്ളത്. ആ പ്രോബ്ലം കറക്റ്റ് ആയിരുന്നു, ആ അനാലിസിസ് കറക്റ്റ് ആയിരുന്നു, ബിക്കോസ് യുവർ ബാക്ക്ഗ്രൗണ്ട് ഹെൽപ്ഡ്. ആ ഓണ്ടർപ്രീനർഷിപ്പ് കോളേജ്, അഹമ്മദാബാദ്, അവിടെ എല്ലാവർക്കൊക്കെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഓൾ എന്താ പറയുക, ഭയങ്കരമായിട്ട് അവർ നിങ്ങൾക്ക് റെസ്പെക്റ്റ് തരും. സോ അത് ഓട്ടോമാറ്റിക്കലി അത് അങ്ങോട്ട് വന്നതാണ് മനസ്സിലായി. നിങ്ങൾ പറഞ്ഞ പോലെ 10 ദിവസം കൊണ്ട് നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ഷോപ്പിഫൈ സ്റ്റോർ ഉണ്ടാക്കിക്കും. യുവർ ഓൺ ഓൺലൈൻ സ്റ്റോർ ഡൺ ബൈ യു. അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ഇറ്റ് ഔട്ട്. സോ മാസീവ് ലേണിങ്സ്, നിങ്ങളെ ഓൺ വെബ്സൈറ്റ് അടിപൊളിയാവട്ടെ. കണ്ടന്റ് ക്രിയേഷൻ, വി ഹാവ് സീറോ ഡൗട്ട് ഇറ്റ് ഈസ് ഗോയിങ് ടു സക്സീഡ് എന്നുള്ളത് നമുക്ക് ഒരു ഡൗട്ടും ഇല്ല. ബട്ട് യു ഹാവ് ടു ബി ഓൺ ഇറ്റ്. Just keep delivering, consistently keep doing it, get 1% better every single day and it will work. Thank you for coming to our episode. ഇനി 5 കോടി ഹിറ്റ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ഇരിക്കാം.